ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ കടന്നു വന്ന സമയം മുതൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കുവാനും ഒക്കെ കർത്താവ് അവസരം നൽകി. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങളുടെ ഒരു തുടർച്ചയെന്നോണം മുൻപോട്ട് പറഞ്ഞു പോവുകയാണ്. കുറേ ആഴ്ചകളായി നമ്മൾ പറയുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ അപ്പോസ്തലൻ പത്രോസ് പറയുന്നു, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നൊക്കെ ആ വചനങ്ങൾ നമ്മുടെ കാതുകളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. വിശേഷാൽ അതിനു മുൻപുള്ള ആഴ്ചയിൽ ഈ ദൈവിക രോഗശാന്തിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തുടക്ക സമയത്ത് ഞാൻ അതിൻ്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞു. അതായത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യത്തിൻ്റെ തന്നെ ഒരു തുടർച്ച. അപ്പോൾ അതൊക്കെ കേട്ടിട്ടായിരിക്കാം ചിലരുടെയൊക്കെ കമൻസ് ആ വീഡിയോയുടെ അടിയിലൊക്കെ വരാനിടയായി. അതായത് പിന്നത്തേത് നമ്മൾ ഒരു ഉപദേശിയുടെ ശബ്ദം കേൾപ്പിച്ചായിരുന്നല്ലോ ആ ഉപദേശി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് ഈ എക്സ്റ്റേണൽ ഡെക്കറേഷൻ അഥവാ ഈ ബാഹ്യാലങ്കാരങ്ങൾ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞതും ആ വിഷയത്തെ സാധൂകരിക്കാനായിട്ട് അദ്ദേഹം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ പോയി 1-ാം യെരുശലേം സിനഡിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, വിഗ്രഹാർപ്പിതം, ഈ വക കാര്യങ്ങളെ വർജിക്കുക എന്നുള്ളതല്ലാതെ അധികം ഭാരമൊന്നും വെക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ആ വിഷയത്തെ അദ്ദേഹം കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് എവിടെയാണ് ഈ പറയുന്ന ഈ ബാഹ്യാലങ്കാരങ്ങൾ എന്ന വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം കണക്ട് ചെയ്തു. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊരു വിശദീകരണത്തിലേക്ക് വന്നു. അതിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് വന്ന് ഈ കമൻ്റ് എഴുതുന്നത്. അതായത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തെ മുൻനിർത്തി പറഞ്ഞു. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ദീനമായി കിടക്കുന്നവർ മൂപ്പന്മാരെ വരുത്തട്ടെ, എന്നിട്ട് മൂപ്പൻ അവർക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കും, രോഗിക്ക് അത് പ്രയോജനം ചെയ്യും എന്നൊക്കെയുള്ള ആ കാര്യം നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഉപദേശിയുടെ സൈബർ പോരാളികൾ വന്ന് കമൻ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ താങ്കൾ ആരെ വിളിക്കും? താങ്കൾ വൈദ്യരെ വിളിക്കുമോ അതെയോ മൂപ്പനെ വിളിക്കുമോ എന്ന് ഒരു കൊച്ചു കളിയാക്കിയ രീതിയിലായി ഈ ചോദ്യമൊക്കെ. അതിനൊന്നും നമ്മൾ മറുപടി പറയാൻ പോയില്ല. ആരും അതിനൊരു മറുപടി കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ തന്നെ മുന്നമേ പറഞ്ഞിട്ടുള്ള ഏതൊരു മെസ്സേജിൻ്റെ ലിങ്ക് തന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് അത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള കാര്യമാണ്. അവർ ഈ അരമുറി എവിടെന്നെങ്കിലുമൊക്കെ കേട്ടിട്ടാണ് പെട്ടെന്ന് ഈ ചോദിക്കുന്നത്. വേറൊരാൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, പനി വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരു സഹോദരൻ മറുപടി കൊടുത്തു, നാളിതുവരെ പനി വന്നാൽ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ തുടരുക എന്നുള്ളത്. അതല്ലാതെ നമ്മൾ എന്താ അഡ്വൈസ് കൊടുക്കാനാണ് അവർക്ക്? നമ്മൾ ദൈവവചനത്തിൻ്റെ ഗഹനമായൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യത്തെ അവർ ഒരു പുച്ഛസ്വരത്തിൽ അങ്ങനെ ചോദിക്കാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പെട്ടെന്നാണ് ഒരു കാര്യം ക്ലിക്കായത്. അതായത് ഈ പറയപ്പെട്ട ഉപദേശിയുടെ ആൾക്കാരും യാക്കോബിൻ്റെ ലേഖനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരല്ല. അതായത് അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്രിസ്തീയ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ യാക്കോബിൻ്റെ ലേഖനം രംഗത്ത് വന്നതാണ്. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനങ്ങളിലൊന്ന് യാക്കോബിൻ്റെ ലേഖനവും പിന്നെ ഗലാത്യ ലേഖനവുമാണ്. ഇങ്ങനെ 2 ലേഖനമാണ് എഴുതപ്പെട്ടത്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം കുറച്ച് കാലങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് ചില ഡിസ്പ്യൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ചില ഡിസ്പ്യൂട്ടുകൾ വന്നു. അപ്പോൾ ആ ഡിസ്പ്യൂട്ടുകളൊക്കെ പരിഹരിക്കപ്പെട്ടത് നിക്കിയ സിനഡിലാണ്. നിക്കിയ സിനഡിനോടുള്ള ബന്ധത്തിൽ 66 പുസ്തകത്തെ ഉറപ്പിച്ചു. പുതിയ നിയമത്തിൽ വിശേഷാൽ 27 പുസ്തകങ്ങളെന്ന് അവർ തീരുമാനിച്ചു. AD 100 മുമ്പാണല്ലോ അപ്പോസ്തലനായ യോഹന്നാൻ മരിക്കുന്നത്. യോഹന്നാനാണ് ഏറ്റവും ഒടുക്കം മരിക്കുന്നത്. യോഹന്നാൻ്റെ ലേഖനങ്ങളും വെളിപ്പാട് ദിവസമൊക്കെ എഴുതി കഴിഞ്ഞ് യോഹന്നാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അതിനൊക്കെ എത്രയോ മുമ്പാണ് യാക്കോബിൻ്റെ ലേഖനം എഴുതിയത്. യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് പറയുവാൻ ഏറ്റവും അവകാശമുള്ളതും അധികാരമുള്ളതുമായ വ്യക്തിയാണ് യോഹന്നാൻ. യോഹന്നാൻ ജീവിച്ചിരുന്ന കാലത്ത് യാക്കോബിൻ്റെ ലേഖനത്തെ അംഗീകരിച്ചിരുന്നു. അപ്പം പിന്നീട് ചരിത്രത്തിൽ ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെന്നേ, ഇല്ലെന്നല്ല. ആദ്യത്തെ നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ 2-3 നൂറ്റാണ്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 100-200 കൊല്ലം മുന്നോട്ട് പോയില്ലേ? പോയി കഴിയുമ്പോൾ തലമുറകൾ മാറി വരികയല്ലേ. ആദ്യം കണ്ടവരും കേട്ടവരും അല്ലല്ലോ പിന്നീട് വരുന്നത്. അവരെ സംബന്ധിച്ച് സംശയങ്ങളും സന്ദേഹങ്ങളൊക്കെ വരാം. ഇപ്പം മലയാളക്കരയിൽ കർത്താവിനാൽ ഏറെ പ്രയോജനപ്പെട്ട ഒത്തിരി ദൈവദാസന്മാരുണ്ട്, മൺമറഞ്ഞു പോയവർ, പെന്തക്കോസ്തിൻ്റെ ആദ്യ തലമുറയിൽപ്പെട്ടവർ. അവരുടെയൊക്കെ 2, 3, 4 തലമുറകൾ ഈ പല കാര്യത്തെയും സംശയിക്കുന്നവരും ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്നവരുണ്ടല്ലോ. അതെന്താ? അത് കാലങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അത്രയും വലിയ അനുഭവങ്ങളില്ലെന്നേ. കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അപ്പനപ്പൂപ്പന്മാർക്ക് അനുഭവങ്ങളുണ്ടെന്നോർത്ത് അവർക്ക് അത്രയും വലിയ അനുഭവങ്ങളില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിവേ, നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരാണ്.
നിങ്ങളിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു സംശയവുമില്ല. അത് ദൈവനിവേശിതമായ ദൈവത്തിൻ്റെ ഗ്രന്ഥം തന്നെയാണ് യാക്കോബിൻ്റെ ലേഖനം. പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് യാക്കോബ് അപ്പോസ്തലൻ അത് എഴുതിയത്. അതിൽ ചിലർ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അതിൻ്റെ കാരണം 2-ാം അധ്യായത്തിൽ പ്രവൃത്തി കൂടാത്ത വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എഫേസ് ലേഖനത്തിൽ പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് നീതീകരണം എന്ന് എഫേസ് ലേഖനം പഠിപ്പിക്കുന്നു. ഇവിടെ പ്രവൃത്തിയെയും കൂടെ പറയുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രവൃത്തിയും പൗലോസ് ലീഗ തൻ്റെ ലേഖനങ്ങളിലൂടെ പറഞ്ഞു വന്ന കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാനോ ചിന്തിക്കാനോ കഴിയാത്തത് കൊണ്ടുള്ള ഒരു അപകർഷതാബോധത്തിൽ നിന്നോ അല്ലെ വേറെ എന്തോ കുഴപ്പങ്ങളിൽ നിന്നൊക്കെയാണ് യാക്കോബിൻ്റെ ലേഖനത്തെ ഈ കക്ഷികൾ തള്ളുന്നതോ ഭാഗികമായി തള്ളുന്നതോ ബഹുമാനം കൊടുക്കാത്തതോ. എന്തെങ്കിലും ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ജനിച്ച ഒരുവനാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്തിനാ? നമ്മളെന്താ പറഞ്ഞത് പ്രസംഗത്തിൽ? യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വിളിക്കട്ടെ വരുത്തട്ടെ എന്ന്. അത് ആദ്യ നൂറ്റാണ്ടിന് വേണ്ടി മാത്രം എഴുതിയതാണോ? ദൈവവചനത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തേക്കും ഉള്ളതല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളത് വിശ്വസിക്കുക. അത് ദൈവവചനത്തിൻ്റെ ഭാഗമാണ്, പരിശുദ്ധാത്മ നിവേശിതമായി എഴുതിയതാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സാരമില്ലെന്നേ. നമ്മളൊരു പക്ഷേ വിശ്വാസത്തിൽ അത്രയും തീഷ്ണതയിലോ ആ ആത്മീയത്തിൻ്റെ ഉത്തുംഗത്തിലോ ഒന്നും ആയിരിക്കില്ല. കർത്താവ് നമ്മളെ കരുതുന്നു, നമ്മളോട് കരുണയോടെ ഇടപെടുന്നു, തൻ്റെ കൃപ നമ്മുടെ മേലുണ്ട്, നമ്മളെ പോറ്റി പുലർത്തി നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളെന്തിനാണ് ദൈവവചനത്തെയും ദൈവത്തിൻ്റെ കാര്യപരിപാടിയും പുച്ഛിക്കാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് എത്തിപ്പെടാനായിട്ട് കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ അതിനു വേണ്ടിയല്ലേ ഓടുന്നത്, പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നത്. ഈ ചോദ്യമൊക്കെ ചോദിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ ഒരു സൂചനയും കൂടെ നിങ്ങളോട് പറയാം. ഗിരിപ്രഭാഷണം വിശ്വസിക്കുന്ന പാർട്ടികളല്ല. ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയില്ല, അത് കൊണ്ടുവരുവാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇവിടെ ആരുണ്ടെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ആരുണ്ടെന്ന് വായ്പ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ താങ്കൾ കൊടുക്കുമെന്നൊക്കെയാണ് നേരത്തെ എന്നോട് ചോദിച്ചത്. അതിനൊക്കെ കൃത്യം ആൻസർ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ എത്തിപ്പെടേണ്ട മേഖലകളെക്കുറിച്ച് തന്നെയാണ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വിശുദ്ധ തിരുവഴുത്തിനെ ഡിനേ ചെയ്യുന്ന ആശയങ്ങൾ സങ്കല്പങ്ങൾ കൊണ്ടുവരുന്നവരൊന്നും പരിശുദ്ധാത്മാവിലല്ല അത് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവിലല്ല. സഹോദരങ്ങളെ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പലതും എൻ്റെ ബുദ്ധിക്ക് എത്താത്ത കാര്യങ്ങളാണ്. പത്രോസ് ഗലീല കടലിൻ്റെ മുകളിൽ നടന്നു എന്ന് പറഞ്ഞാൽ എന്നിലെ സ്വാഭാവിക മനുഷ്യനത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ എന്നിലെ ആത്മീയനത് അംഗീകരിക്കാൻ കഴിയും. എൻ്റെ ദൈവം തൻ്റെ ശബ്ദത്താൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ എന്നിലെ ആത്മീയനത് അംഗീകരിക്കാൻ കഴിയും. എന്നുവെച്ചാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു സംശയമില്ലെന്നേ അതിനകത്ത്. എനിക്കൊരു സംശയമില്ല. ഈ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല. എഴുതിയ ആളുകളുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധങ്ങളില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ യോനയെ തിമീങ്കലം വിഴുങ്ങി എന്നുള്ളതിന് പകരം തിമീങ്കലത്തെ യോന വിഴുങ്ങി എന്ന് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് പണ്ടേതോ അമ്മിച്ചി പറഞ്ഞെന്ന് പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. ഞാൻ ആ അമ്മിച്ചിയുടെ ഒരു കൂട്ടാളിയാണ്. യോന തിമീങ്കലത്തെ വിഴുങ്ങിയെന്ന് പുസ്തകത്തിൽ എഴുതിയാലും ഞാൻ വിശ്വസിക്കും. ഞാൻ അങ്ങനെയാണ്. അപ്പം ക്രിട്ടിക്കലായിട്ട് പാസ്റ്റർ ഒന്നും നോക്കില്ലെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ നോക്കും. പഠനത്തോടൊക്കെയുള്ള ബന്ധത്തിൽ വരുമ്പോൾ കാര്യങ്ങളെല്ലാം ക്രിട്ടിക്കലായിട്ട് തന്നെ നോക്കും. അങ്ങനെ നോക്കുന്നുണ്ടല്ലേ പല വാക്യങ്ങളുടെ അർത്ഥങ്ങളും പൊരുളുകളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ എന്താ പറഞ്ഞത്? റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമ്മൾ എങ്ങനെയാണ് വായിച്ചത്? യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ നമ്മളതിന് തിരുത്തൽ എങ്ങനെയാണ് വായിച്ചത്? കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറയണം, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറയണം. അങ്ങനെയല്ലേ? കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വായുകൊണ്ട് ഏറ്റുപറയണം. ആ വാക്യത്തെ നമ്മൾ സംശയാസ്പദമായാണ് നോക്കിയത്. ശരിക്കും അങ്ങനെ അല്ലല്ലോ വരേണ്ടത്. കാരണം ഉപദേശത്തിൽ തന്നെ വിള്ളലുണ്ടാകും. നമ്മുടെ ഉപദേശം കൃപയാലുള്ള രക്ഷയെ സ്ഥാപിക്കാൻ കഴിയാത്ത രീതിയിൽ ആ വാക്യം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴല്ലേ തർജ്ജിമയുടെ പെശകാന്ന് മനസ്സിലായത്. ഇംഗ്ലീഷ് ബൈബിളിലും ഗ്രീക്ക് ബൈബിളിലും മറ്റെല്ലാ ഭാഷയിലും അത് കറക്റ്റായിട്ടാണ്. മലയാളത്തിലേക്ക് വന്നപ്പോൾ തർജ്ജമയിൽ അങ്ങനെ ഒരു വ്യത്യാസം വന്നു. നമ്മളത് കറക്റ്റ് ചെയ്തു.
അത് തർജ്ജമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അതല്ലാതെ അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ആധികാരികത, അതിൻ്റെ ഒന്നും നേരെ ഒരു ചോദ്യവും ഇല്ല, ഒന്നുമില്ല. പഞ്ചപുച്ഛമടക്കി നമ്മൾ അതിന് മുമ്പിൽ സല്യൂട്ട് അടിക്കും. അവിടെ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞ് നിഷ്കളങ്കതയോടൊരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ തന്നെയാണ് വിശുദ്ധ തിരുവഴുത്തിനോട് നമ്മൾ ഇടപെടുന്നത്, അതിനോട് അപ്രോച്ച് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് യാതൊരു സംശയങ്ങളുമില്ല, സന്ദേഹങ്ങളുമില്ല. അപ്പം ഞാൻ തുടക്കത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ വന്ന കമൻസിന് നമ്മൾ അവിടെയൊന്നും മറുപടിയൊന്നും കൊടുത്തില്ല. എന്നാൽ അതിനൊരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞു പോവുകയായിരുന്നു. യാക്കോബിൻ്റെ ലേഖനത്തെയൊക്കെ അംഗീകരിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല, സന്ദേഹവുമില്ല. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോയി. രക്ഷയും സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച പറയാനിടയായത്. അതൊക്കെ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അതിന് 2-3 ആഴ്ച മുൻപ് മുതലുള്ള മെസ്സേജുകളിൽ നമ്മൾ കൃപയാലുള്ള രക്ഷയെക്കുറിച്ച്, വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് കാൽവിനിസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞെങ്കിലും അതിനന്ന് സാവകാശം ലഭിച്ചില്ല. ദൈവം അനുവദിക്കുന്ന പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിലേക്കും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് എത്തി നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞയാഴ്ച നമ്മൾ എവിടെ കൊണ്ടുപോയി നിർത്തിയോ ആ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് പറഞ്ഞു കൊണ്ടുവരേണ്ടത്. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ പ്രസിദ്ധനായ ഒരു ശുശ്രൂഷകൻ്റെ നിരീക്ഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കാനിടയായി. അതായത് ഈ രക്ഷയുമായി ബന്ധപ്പെട്ട് മലയാളി പെന്തിക്കോസ്ത് ആഭരണ വർജനം അഥവാ ഈ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ നിഷ്കർഷ പുലർത്തിയിരുന്നു, അതിന് ശാഠ്യം പിടിച്ചിരുന്നു. ആ കാരണത്താൽ മലയാളക്കരയിൽ അനേകർ വിശ്വാസ വഴിയിലേക്ക് വരാതെ മൺമറഞ്ഞു പോയി. അവർ മൺമറഞ്ഞു പോയി എന്നാണ് ഈ കൂട്ടരെല്ലാം പറയുന്നത്. മലയാളി പെന്തിക്കോസ്ത് അങ്ങനെ ഒരു ശാഠ്യം പിടിച്ചു. അങ്ങനത്തെ ഒരു കാര്യം വചനപ്രകാരം ചിന്തിക്കുമ്പോൾ അതിന് നിലനിൽപ്പില്ല. വേദപുസ്തകം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ എവിടെയാ വാക്യം, അങ്ങനെ ആരാ പറഞ്ഞിരിക്കുന്നത്, ഏത് അപ്പോസ്തലനാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് ആളുകളെല്ലാം സാധാരണ വരാറ്. അപ്പോൾ ഈ പറയപ്പെട്ട ഉപദേശിയും തൻ്റെ നിരീക്ഷണം പറഞ്ഞത് എങ്ങനെയാണ്? അതായത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം യെരുശലേം സിനഡിൽ അപ്പോസ്തലന്മാർ കൂടി അന്നുണ്ടായ ഡിസ്പ്യൂട്ടിനൊരു പരിഹാരം ഉണ്ടാക്കുകയായിരുന്നു. ആ പരിഹാരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്താ വിഷയം പരിച്ഛേദനാവാദമായിരുന്നു. പരിച്ഛേദനാവാദത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ഓരോരുത്തരുടെയും നിരീക്ഷണങ്ങൾ അവർ പറയാനിടയായി. അതായത് പൗലോസും ബർണബാസും സംസാരിച്ചു, അതിനു മുമ്പ് പത്രോസ് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നത്തേതിൽ യാക്കോബ് അപ്പസ്തോലൻ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നു. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് യാക്കോബ് പറയുന്നത്, ജാതികളിൽ നിന്ന് വരുന്നവരുടെ മേൽ അധികം ഭാരമൊന്നും വെക്കരുത്. ഈ നമ്മളെ യഹൂദന്മാർ പൊതുവെ കൈകാര്യം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, അതായത് രക്തം അവർ ഭക്ഷിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചില നിഷ്കർഷകളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് അവരുടെ അടുത്ത് പറയാം. അതല്ലാതെ വേറെ ഭാരങ്ങളൊന്നും വെച്ച് അവരുടെ രക്ഷയെ തടുക്കരുതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ആദിമസഭയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പഠിപ്പീര് കാര്യങ്ങളിൽ ഒരു ഭാരം കടന്നു വന്നു. രക്ഷയോടുള്ള ബന്ധത്തിൽ അത് വലിയ ഭാരമായിരുന്നു. എന്താ അത്? പരിച്ഛേദനാവാദം. ആ പരിച്ഛേദനാവാദം എന്ന് പറയുന്ന ആ പാഷാണ്ഡതയെ ആദിമസഭ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. പിന്നീട് അവർ പറയാണ്, അങ്ങനത്തെ ഒരു ഭാരവും ഇനി യഹൂദ സമ്പ്രദായങ്ങളോ കെട്ടുകഥകളോ വംശാവലികളോ പരിപാടികളോ ഒന്നും രക്ഷയോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്യാൻ പാടില്ലെന്ന്. അവിടെ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ ഈ ആഭരണധാരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ യാതൊരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടാബർനാക്കലിൻ്റെ പിക്ചർ ഒന്ന് കാണിച്ചിട്ട് പിക്ചറൊക്കെ ഒന്ന് കാണിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനിടയായി. എന്ത് കാര്യമാണ് പറഞ്ഞത്? അതായത് മലയാളി പെന്തിക്കോസ്ത് ഈ കാര്യത്തിൽ അതിൻ്റെ ഒരു കൃത്യതയോടും വ്യക്തതയോടും കഴിഞ്ഞ കാലങ്ങളിൽ പറയാത്തത് കൊണ്ട് പലരും ഇത് കൂട്ടിക്കുഴച്ചാണ് സംസാരിക്കുന്നത്. രക്ഷയോടുള്ള ബന്ധത്തിൽ സംസാരിച്ച് വരുമ്പോൾ ആളുകളെല്ലാം ഈ ഓർണമെൻറ്റ്സിലൊക്കെ കയറി പിടിക്കും. ഓർണമെൻറ്റ്സിലേക്ക് സൗരങ്ങളെ ഈ സംസാരിക്കുന്ന ഞാൻ ആഭരണം ഉപയോഗിക്കുന്ന ധാരാളം വ്യക്തികളുമായിട്ട് വളരെ അടുപ്പവും സ്നേഹബന്ധവും പുലർത്തുന്നയാളാണ്. അങ്ങനെയുള്ള പല പ്രിയപ്പെട്ട സഹോദരന്മാരും ഒക്കെ ആയിട്ട് എനിക്ക് അടുപ്പമുണ്ട്. വാക്കിലാകട്ടെ, നോട്ടത്തിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. സംസാരത്തിലാകട്ടെ, ഒന്നിലും വളരെ സ്നേഹത്തോടെയാണ് അവരിൽ പലരും എന്നോട് ഇടപഴകുന്നത്. അവിടെയൊക്കെ ഭവനങ്ങളിൽ വളരെ സ്നേഹത്തോടെ എനിക്ക് ആതിഥ്യം വരുള്ളാറുണ്ട്. അതൊന്നും വെച്ചിട്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഒരു അഭിപ്രായവും അങ്ങനെ പറയാറില്ല. ചുമ്മാ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ പറയുന്നത്. സാധാരണ മെസ്സേജുകളിൽ പോലും ഞാൻ അങ്ങനെ പറയാറില്ല. ഈ ഒരു ടോപ്പിക്ക് പറയണമെങ്കിൽ രക്ഷയും സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് സാധാരണഗതി നമ്മൾ അങ്ങനെ പറയാറുള്ളൂ.
രക്ഷയും സ്നാനവുമായി കണക്ട് ചെയ്ത് പറഞ്ഞു വരുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നത്. ഇപ്പം തന്നെ 2 ആഴ്ചത്തെ നമ്മുടെ ഈ മെസ്സേജ് കൊണ്ട് നമുക്ക് ഒത്തിരി ഓഡിയൻസിനെ നഷ്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഇയാളൊരു 1-ാം നൂറ്റാണ്ടിലെ പെന്തിക്കോസുകാരന് അബദ്ധം പറ്റിയത് പറ്റി, ഇനി ഇയാൾ പറയുന്നൊന്നും കേൾക്കണ്ട എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ സ്ഥലം കാലിയാക്കി പോവും. അടുത്തൊരു കാര്യമാണ്, ആ മെസ്സേജിൻ്റെ ഒടുക്കം നമ്മൾ ഈ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ ഡെക്കറേഷൻസുമായി ബന്ധപ്പെട്ട ചില പിക്ചറുകൾ കാണിച്ച് അതിനെക്കുറിച്ചൊക്കെയുള്ള ചില വിശദാംശങ്ങളിലേക്ക് വന്ന് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്തയാഴ്ച പറയുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിരിഞ്ഞത്. അപ്പോൾ ഈ ആഭരണമൊക്കെ ധരിക്കുന്ന ധാരാളം സഹോദരീ സഹോദരന്മാർ നമ്മളെ കേൾക്കുന്നവരുണ്ട്. ഈ പാസ്റ്റർ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ മോശമായിട്ടായിരിക്കും ചിന്തിക്കുന്നതെന്ന്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ വചനം പഠിപ്പിക്കും, ഉപദേശം സ്ഥാപിക്കും. അത് എൻ്റെ ഡ്യൂട്ടി. ദൈവരാജ്യത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ആധികാരികമായ കാര്യങ്ങളെയൊക്കെ പറയാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവായി പറയുമ്പോൾ നിങ്ങൾക്ക് വചനപ്രകാരം അത് അംഗീകരിക്കാവുന്ന ഉൾക്കൊള്ളാവുന്നതാണെങ്കിൽ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളത് മറന്നേക്കുക, വിട്ടുകളഞ്ഞേക്കുക. അപ്പം നമ്മൾ എന്താ ഈ പിക്ചർ കാണിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഇത് പഴയ നിയമത്തിലെ ഒരു സബ്ജക്റ്റാണ് ടാബർനാക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ, ന്യൂസിലാൻഡ് മീറ്റിങ്ങിൽ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ വീണ്ടും ഈ ടാബർനാക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറയാനായിട്ട് ചില സാഹചര്യങ്ങൾ വന്നു, ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ പറയാനായിട്ട് ഇടവന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഈ സാറ്റർഡേ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയൊന്നും ഒരിക്കലും നടത്തിയിട്ടില്ല. അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം യൂട്യൂബിൽ ആ മെസ്സേജുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ മെസ്സേജുകൾ പോയി കേൾക്കുക. അവിടെ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയോടെ കൃത്യതയോടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കുക. അതായത് ദൈവരാജ്യ നിമിത്തം വളരെ സീരിയസ് ആയൊരു സബ്ജക്റ്റാണിത്. ഇത് വളരെ സീരിയസ് ആയൊരു സബ്ജക്റ്റാണ്. ഇതിലൂടെയാണ് നമ്മൾ ദൈവരാജ്യ പ്രവേശനവും അനുബന്ധ കാര്യങ്ങളും ഒക്കെ സ്ഥാപിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ദൈവരാജ്യ പ്രവേശനവും അനുബന്ധ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുകയും ഉറപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന യാഗപീഠമാണെന്ന് പറഞ്ഞു. അത് കാൽവറിയിലെ ക്രൂശിൻ്റെ നിഴലാണ്. തൊട്ട് പുറകിലിരിക്കുന്ന ആ ഒരു ഉപകരണം എന്ന് പറയുന്നത് അത് താമ്രത്തൊട്ടിയാണ്. താമ്രത്തൊട്ടി. ഈ 2 ഉപകരണങ്ങളിലേക്ക് നോക്കിയിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, ഈ യാഗപീഠം എന്ന് പറയുന്നത് കാൽവറിയിലെ ക്രൂശാണ്, അഥവാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് അത് കാണിക്കുന്നത്. യാഗപീഠം എന്ന് പറയുന്നത് ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ താമ്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അതേസമയം താമ്രത്തൊട്ടിയിലേക്ക് വരുമ്പോൾ അതിനകത്ത് മരത്തിൻ്റെ പണി അശേഷമില്ല. അത് പൂർണ്ണമായും താമ്രം കൊണ്ടാണ് ഈ താമ്രത്തൊട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് വരുമ്പോൾ അവിടെ വിശദമായിട്ട് പറയും. ഇവിടെ അത് വിശദമായിട്ടൊന്നും പറയാനല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ വീണ്ടും എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട ഈ പിക്ചറിൽ ആദ്യം യാഗപീഠമാണെന്ന് പറഞ്ഞല്ലോ. അത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് യേശുക്രിസ്തു ജഡാവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതിനെയാണ് ആ വിഷയം കാണിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയാണ് ആ വിഷയം കാണിക്കുന്നത്. യേശുക്രിസ്തു നമുക്കെല്ലാം വേണ്ടി പാപപരിഹാരകനായിട്ട് കാൽവറിയിൽ ബലിയായി തീർന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്ന കാര്യങ്ങളാണതെല്ലാം. അപ്പോൾ ആദ്യം ക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള കാര്യങ്ങളെ സാധിപ്പിച്ചു. ബത്ലഹേമിൽ ഭൂജാതനായി, അങ്ങനെ സഞ്ചരിച്ചൊടുക്കം ഗോൽഗോഥായിൽ വന്ന് 2 കള്ളന്മാരുടെ നടുക്ക് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഇതാണ് നമ്മുടെ വിശ്വാസവും ബോധ്യവും. തുടർന്ന് ക്രിസ്തീയ സഭ ആരംഭിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പിന്നീട് സഭയിൽ ആരംഭിക്കുകയാണ്. യാഗപീഠം കഴിഞ്ഞ് രണ്ടാമതിരിക്കുന്നു നോക്കി താമ്രത്തൊട്ടി ഡയറക്റ്റ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. താമ്രത്തൊട്ടി റെപ്രസെൻ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് അതിൻ്റെ സ്റ്റഡി നടക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മുൻപോട്ട് പോകും. ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്, നോക്കണം, ആദ്യം വെച്ചിരിക്കുന്നത് യാഗപീഠമാണ്. അതായത് ആദ്യം വീണ്ടെടുപ്പുകാരൻ വന്ന് നമ്മളെ വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു. തൻ്റെ പരമയാഗത്താൽ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. രണ്ടാമത് പരിശുദ്ധാത്മാവ് വരികയാണ്. എന്തിനാ? വീണ്ടെടുത്തവരെ ഒരുക്കി സജ്ജമാക്കി, അതായത് വീണ്ടെടുപ്പുകാരൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി സെയിം ഇമേജിലേക്ക് കൊണ്ടുവന്ന് നമ്മെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ മെശിഹായുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ സന്ദർഭവശാൽ ഇടയ്ക്ക് ഓർത്തുപ്പി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിലത് കുറിച്ചു വെക്കുക. ഇപ്പം നമ്മൾ കാണുന്നതിൽ ആദ്യം യാഗപീഠമാണ്. ആ യാഗപീഠം കാൽവറിയിലെ ക്രൂശിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അതായത് സുവിശേഷം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തുറന്നു കൊണ്ടുവരുന്നത് ക്രൂശിൻ്റെ ദർശനമാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് തരുന്നത്. അങ്ങനെ ആ സുവിശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ടീഷൻസ് ഒന്നും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ ആധികാരികമായി പറയുകയാണ്, സുവിശേഷ കേൾവിയിൽ നമ്മളെ ഒരു കാര്യത്തിലും നിർബന്ധിക്കുന്നില്ല, ഒരു ഭാരവും നമ്മുടെ മേലിടുന്നില്ല. നമ്മളെ ധരിപ്പിക്കുന്നതും ബോധ്യപ്പെടുന്നതുമായൊരു കാര്യമുണ്ട്, ആധികാരികമായൊരു കാര്യം. എന്താ കാര്യം? നമ്മൾ ആദമിൻ്റെ മക്കളാണെന്നുള്ളതാണ്. സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നതും ബോധ്യപ്പെടുന്നതുമായ കാര്യം നാം പാപികളാണെന്നുള്ളതാണ്, നാം ആദമിൻ്റെ മക്കളാണെന്നുള്ളതാണ്. അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധം വരികയാണ്. അതാണ് യോഹന്നാൻ 16:9 പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരുവനിൽ ആരംഭിക്കുമ്പോൾ, ഒരു പാപിയുടെ മേൽ പരിവർത്തിച്ചു തുടങ്ങുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് നാം പാപിയാണെന്നുള്ള ബോധത്തിലേക്കാണ് വരുന്നത്. നാം പാപിയാണെന്നുള്ള ബോധത്തിലേക്ക്. അതിനോട് ചേർത്ത് തന്നെയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, അല്ലെങ്കിൽ പാപത്തിന് കടുത്ത ശിക്ഷയുണ്ട്, അത് ദൈവത്തിൻ്റെ നീതിയിൽ നിവർത്തിച്ചേ ഒക്കൂ. ആ ശിക്ഷ കാൽവറിയിൽ നടപ്പാക്കി. നമ്മുടെ മേൽ നടപ്പാകേണ്ട ശിക്ഷ, പ്രിയപുത്രൻ്റെ മേൽ ആ ശിക്ഷ കടന്നു വന്നു. അങ്ങനെ കാൽവറിയിൽ ശിക്ഷ നടപ്പാക്കിയ ഇടമാണ്. അതേസമയം തന്നെ നമ്മൾ കാൽവറിയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? രക്ഷാകരമായ ദൈവകൃപ ഉദിച്ച ഇടമെന്നും കൂടെ പറയും. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ച ഇടം. നാം പോകേണ്ട ശിക്ഷയിലേക്ക് നമുക്ക് പകരക്കാരനായി മറ്റൊരുവൻ ആ ശിക്ഷ ഏറ്റെടുക്കുന്നു. മഹാകൃപയാണത്. നമ്മെ ആ തീപ്പൊയ്കയിൽ നിന്ന് വലിച്ചു മാറ്റിയിട്ട് താൻ ആ തീപ്പൊയ്കയിലേക്ക് നടന്നു പോകുന്ന പോക്കൊന്ന് ഭാവനയെ കണ്ടേ. അതല്ലേ രക്ഷയിൽ സംഭവിക്കുന്നത്. ഇവിടെ എവിടെയാണ് സഹോദരങ്ങളെ മാലയുടെയും കമ്മലിൻ്റെയും കാര്യമൊക്കെ ആരാ ഇതൊക്കെ പറയുന്നത്? അതൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. നമുക്കങ്ങ് ക്ഷമിച്ചു കളയാം. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യതയോടെ, വളരെ ആധികാരികതയോടെ നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ തിരുവെഴുത്ത് തുറന്നു വെച്ച് ഉപദേശം സ്ഥാപിക്കുകയാണ് നമ്മൾ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഗൗരവം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. യാഗപീഠത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ക്രൂശിൻ്റെ ദർശനമാണ്. പിതാവ് നമ്മെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകുകയാണ്. ക്രൂശിൻ്റെ ദർശനത്താൽ നാം വിടുവിക്കപ്പെടുകയാണ്. ക്രൂശിൻ്റെ ദർശനത്താൽ. എന്താ ഈ ക്രൂശിൻ്റെ ദർശനം എന്നൊക്കെ പറഞ്ഞാൽ? എന്താ ഈ ക്രൂശിൻ്റെ ദർശനം എന്നൊക്കെ പറഞ്ഞാൽ? ആ ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതിനോട് ചേർത്ത് വെച്ച യെശയ്യാവ് 53-ാം അധ്യായമൊക്കെ ധ്യാനിക്കണ്ടേ? ഈ കാര്യങ്ങളുടെ ആഴത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എത്യോപ്യൻ ഷണ്ണൻ അങ്ങനെ ധ്യാനിച്ചും ചിന്തിച്ചും പോകുമ്പോഴാണ് തനിക്ക് പൊരുൾ തിരിഞ്ഞ് കിട്ടുന്നില്ല. ഫിലിപ്പോസ് ചേർന്ന് നടന്ന് അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നത്. ഷണ്ണൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുകയായിരുന്നു കാൽവറിയിലെ ബലിപീഠം. ഫിലിപ്പോസ് ആ തേരിനോട് ചേർന്ന് നടന്ന് ഷണ്ണൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ബലിപീഠം കൊണ്ടുവരികയായിരുന്നു. അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നുള്ള കാര്യം ഷണ്ണന് ബോധ്യമായി. തന്നെ പ്രതിയാണ് അവനെ തകർത്ത് കളഞ്ഞത്. അവനെ തകർത്ത് കളഞ്ഞു, അവനെ നുറുക്കിക്കളഞ്ഞു, സമ്പൂർണമായി അവനെ നുറുക്കിക്കളഞ്ഞു. എല്ലാ നിലകളിലും ആ തിരുമേനി ഉടയ്ക്കപ്പെട്ടു. ചണ്ണനോ ഇവിടെ ഇരിക്കുന്നവർക്കോ അല്ലെ മേലാൽ കേൾക്കുന്നവർക്കോ വലിയ വലിയ പുള്ളികളോ ലോക ഭരണാധികാരികളോ ആര് കേട്ടാലും അവരോടൊക്കെയായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ തിരുമേനിയാണ് തകർക്കപ്പെട്ടത്, ഉടയ്ക്കപ്പെട്ടത്. ആ കാഴ്ചയാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തുറന്നു കൊണ്ടുവരുന്നത്. രക്ഷയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളുടെ ആഴം മനസ്സിലാകാത്ത ഒരുവനോട് പോയി മാലയും കമ്മലും രക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൻ്റെ ആഴം മനസ്സിലാക്കാത്ത ആളുകളോട് പോയി നമ്മൾ നിർബന്ധിച്ച് ഈ ബാഹ്യ അലങ്കാരങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് AK-47 അവൻ്റെ തോളത്ത് വെച്ച് കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ടോ? അവൻ്റെ ഉള്ളത്തിൽ നിന്നത് മാറുന്നില്ലല്ലോ, പുറമേ നിന്ന് മാറിയതുകൊണ്ടല്ലോ കാര്യമുണ്ടോ? അപ്പോൾ ഈ വിഷയങ്ങളുടെ ഗൗരവം മെജോറിറ്റിക്ക് മനസ്സിലായിട്ടില്ല. അവർ ചോദിക്കുന്നത് ദൈവത്തിന് സ്വർണത്തോട് വിരോധമുണ്ടോ, ദൈവത്തിന് വെള്ളിയോട് വിരോധമുണ്ടോ? ചിരിച്ചിരിച്ച് നമ്മൾ മണ്ണ് തപ്പും. എന്നൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്നറിയാവോ? രക്ഷയും സ്വർണവും രക്ഷയും വെള്ളിയായിട്ടൊക്കെ എന്നാ ബന്ധം? അല്ലെങ്കിൽ രക്ഷയും ഇരുമ്പുമായിട്ടുള്ള ബന്ധമുണ്ടോ? രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതോട് ഈ കാര്യങ്ങൾക്ക് ഒന്നും ഒരു പ്രസക്തിയില്ല സഹോദരങ്ങളെ. അങ്ങനെ ഈ പറയപ്പെട്ട കാഴ്ച ഒരുവൻ്റെ ജീവിതത്തിൽ അവനെ ഉഴുതുമറിച്ചൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, അവൻ്റെ രണ്ട് കൈയും പൊങ്ങിയെങ്കിൽ, പരപ്രേരണ കൂടാതെ അവൻ്റെ ഇരു കരങ്ങൾ ഉയർന്നെങ്കിൽ, മാളികമുറിയിൽ ഓടിക്കൂടി ഏകദേശം 3000-ഓളം ആളുകൾ അവരുടെ കരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു നിൽപ്പ് അല്ലേ? സറണ്ടർ ചെയ്യുമ്പോഴല്ലേ സാധാരണ ആ കരങ്ങൾ ഉയരുന്നത്, കീഴടങ്ങുമ്പോഴല്ലേ കരങ്ങൾ ഉയരുന്നത്. അടിയനിതാ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെയാണല്ലോ അതിൻ്റെ പൊതുവേ ഉള്ളൊരു ആശയം.
നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ്. ഞാൻ എന്തു ചെയ്യണം? കാരണം ഞാൻ അത്ര വലിയ കാഴ്ചയാണ് കണ്ടത്. എൻ്റെ കർത്താവ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി എന്നെ തേടി വന്ന് എനിക്ക് വേണ്ടി അവൻ കഷ്ടം സഹിച്ചു. കഷ്ടത്തിൻ്റെ പാരമ്യം, അതിൻ്റെ മട്ടും കൂടെ വലിച്ചു കുടിച്ചു. അത്ര ഭയാനകമായ ന്യായവിധി. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഉയരത്തിലെ തീയ് അവൻ്റെ അസ്ഥികളെ കൂടെ പിടിച്ചെന്നാണ് വായിക്കുന്നത്. അവൻ്റെ അസ്ഥികളെ കൂടെ പിടിച്ചെന്ന്. അത്ര ഭയാനകമായ ന്യായവിധിയായിരുന്നു. അതൊന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂസലില്ലാതെ നടക്കുന്നത്. അതിൻ്റെ ആഴങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് കൊടുത്ത വില എത്രത്തോളമാണ്. നമ്മിൽ ബഹുഭൂരിപക്ഷം പേര് ഈ കത്തോലിക്ക, ഓർത്തഡോക്സ്, മറ്റ് ഇതര കൂട്ടങ്ങളിൽ നിന്നൊക്കെ വന്നവരായതുകൊണ്ട് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫോട്ടോ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ 2 കൈയും വിരിച്ച് ഒരു ക്രൂശേ കിടക്കുന്നതായിട്ട്. നമ്മൾ നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ. ആണിയടിച്ച് ക്രൂശയിലിട്ടിരിക്കുക മാത്രമാണെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവൻ്റെ പ്രാണനൊരു അകൃത്യാഗമായി തീർന്നു എന്നൊക്കെ എഴുതണോ? 116-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ, അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ദാവീദിന്റെ സങ്കീർത്തനമാണ്, മിശിഹൈക സങ്കീർത്തനമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട് യെശയ്യാവ് 53:10 കണക്ട് ചെയ്ത് പറയുകയാണ്, അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. തൻ്റെ പ്രാണന് വേണ്ടി അയ്യം വിളിക്കുകയാണ്. കാരണം എന്താ? തൻ്റെ പ്രാണന് ഇപ്പോൾ ഒരു അകൃത്യയാഗമായി തീക്കകത്തേക്ക് പോവുകയാണ്. ബലിപീഠത്തിൻ്റെ അനുഭവമാണത്. അത് ഭയാനകമായ അനുഭവമാണ്. ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്ന നിമിഷമാണ്. ഈ യാഗപീഠത്തിൻ്റെ പടമൊക്കെ വെച്ചിട്ട് നിരന്തരം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? മലയാളക്കരയിൽ നിന്ന്, മലയാള ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ചില സ്ത്രീകളും ചില പുരുഷന്മാരും ശിഷ്യത്വത്തിലേക്ക് വരണം. അല്ലാതെ എനിക്കിങ്ങനത്തെ പടമൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇതിൻ്റെ വിശദീകരണം തന്ന് കേമനാകാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ പറയുന്നത്. ഒരു തലമുറ തകർന്നെന്നുറങ്ങിയ ഹൃദയത്തിനുടമകളായി ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്യധ്വാനം ചെയ്യുന്നത്. അവരോടൊന്നും അധികം സംസാരിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് കാര്യങ്ങളെ മനസ്സിലാകൂ. കാരണം അവർ ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരുടെ ജീവിതത്തിൽ കാര്യങ്ങളെ അധികം പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകും. അപ്പോൾ യാഗപീഠത്തിൻ്റെ കാഴ്ച നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ തീർത്തു പറയുകയാണ്, രക്ഷ സൗജന്യമാണ്, രക്ഷ കൃപയാലാണ്, വിശ്വാസം മൂലമുള്ള നീതീകരണമാണത് കാണിക്കുന്നത്. അവിടെ ഒരു കണ്ടീഷനുമില്ല, യാതൊരു കണ്ടീഷനുമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 പിക്ചർ കണ്ടല്ലോ, ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെയും ഒക്കെ. അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് അവരെയൊന്നും അലോസരപ്പെടുന്ന രീതിയിൽ നമ്മളൊന്നും സംസാരിക്കില്ല. അവർ സുവിശേഷം കേൾക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മൾ സ്വാഗതം ചെയ്യും. സുവിശേഷം കേട്ട് അവർക്കും രക്ഷയിലേക്ക് വരാം. സുവിശേഷം കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ഇട്ടിരിക്കുന്ന ആഭരണമൊന്നും അഴിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അവിടെ കിടന്നോട്ടെ. സുവിശേഷം കേൾക്കുന്നതിന് അത് ഊരി വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ആ വാത്സല്യ സഹോദരിയുടെ ചെവിയിൽ എന്തെല്ലാം കുത്തി കയറ്റി വെച്ചിരിക്കുന്നത്, അതൊന്നും സാരമില്ല. ആ ചെവിയുടെ ഓട്ടയുണ്ടല്ലോ, അതിലൂടെ ഈ സുവിശേഷം അകത്തേക്ക് കയറിപ്പോക്കോളൂ. അതോർത്താരും പേടിക്കണ്ട. അതൊക്കെ ചെവിയിലിരുന്നോട്ടെ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. സുവിശേഷം അതിലൂടെ അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ സുവിശേഷം അവരെ പരുവപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ദൈവവൈതലാകാൻ കഴിയും. നിശ്ചയമായി ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ കഴിയും. അങ്ങനെ അവരൊരു ദൈവവൈതലായി തീർന്ന് കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സാവകാശം അവർക്ക് വരും. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനോട് ചേരണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ തീരുമാനത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം പറയുമ്പോൾ അടുത്തത് താമ്രത്തൊട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന് പറയുന്നത് ജനറലായിട്ട് പറയുന്നതാണ്. പഠനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയും പറയും, അത് വിശ്വാസ സ്നാനത്തെ കാണിക്കുന്നു, ആത്മസ്നാനത്തെ കാണിക്കുന്നു എന്നൊക്കെ പറയും. അങ്ങനെ വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. യാഗപീഠത്തിൻ്റെ അവിടെ നമ്മൾ കണ്ടെത്തിയത് രക്ഷകനെയാണ്. ക്രിസ്തു എന്ന രക്ഷകനെ നമ്മൾ അവിടെ കണ്ടെത്തി, അല്ലേ? ക്രിസ്തു എന്ന രക്ഷകനെയാണ് അവിടെ കണ്ടെത്തിയത്. താമ്രത്തൊട്ടിയുടെ അവിടേക്ക് വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? നമ്മുടെ ജീവിതം ബലിപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്, ബലിയായി സമർപ്പിക്കുകയാണ്. വിശ്വാസ സ്നാനത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ റോമാലേഖനം 12:1-2 വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, നമ്മെ ഒരു ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി ബലിപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ക്രിസ്തുവിനെ ഭരമേൽപ്പിക്കുകയാണ്. യേശുവിനെ നമ്മൾ കർത്താവായിട്ട് അംഗീകരിക്കുകയാണ്. അതായത് ഇനി ഞാൻ ഒരിക്കലും എനിക്കായിട്ട് ജീവിക്കുന്നില്ല എന്ന തികഞ്ഞ ബോധ്യത്തിലേക്ക് വന്ന്
ആ ബോധ്യമാണ് നമ്മെ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റൊരു ഭാഷ നമ്മൾ പറയാറുണ്ട്, യാഗപീഠം വഴിയുള്ള നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വന്നു, അല്ലേ? ഈ യാഗപീഠം വഴിയുള്ള നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചപ്പോൾ നാം ദിവ്യമായ സമാധാനത്തിലേക്ക് വന്നു. ആ ദിവ്യമായ സമാധാനത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ സ്വർഗീയമായ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നു. സ്വർഗീയ സന്തോഷം. അപ്പോൾ ആ സ്വർഗീയ സന്തോഷം ഉള്ളിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സാധാരണ പറയുന്നത് രക്ഷയുടെ സന്തോഷമെന്ന്. ആ രക്ഷയുടെ സന്തോഷമാണ് നമ്മെ തള്ളി 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 രക്ഷകൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ആ രക്ഷയുടെ സന്തോഷമാണ് നമ്മെ തള്ളി തള്ളി രക്ഷകൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് താമ്രത്തൊട്ടിയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലേക്ക് നമ്മൾ വരുന്നത്. അവിടെയാണ് കർത്തൃത്വത്തെക്കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിലോ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ച കാലത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകില്ല. ഞാനും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഈ തരം തിരിച്ച് രക്ഷ, സ്നാനം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി പഠിപ്പിക്കുന്നു, പിന്നെ ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെയൊന്നും ആരും സമയമെടുത്തൊന്നും എന്നെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ കൂടുതൽ ധ്യാനിച്ചും പഠിച്ചും ഒക്കെ മുൻപോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ പല പല കാര്യങ്ങളും തുറന്നു വന്നത്. അപ്പോൾ വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഒരു യാഗമായി സമർപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, യാഗമായി സമർപ്പിക്കണം. അപ്പോൾ യാഗമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ലേവ്യ പുസ്തകത്തിലേക്ക് കൊണ്ടുവരികയാണ്. ലേവ്യ പുസ്തകത്തിലേക്ക് ഇസ്രായേലിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ യാഗവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാമെന്നുള്ള കാര്യമാണ് 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ പറയുന്നത്. അതായത് 5 അധ്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഈ 5 അധ്യായം വരെ പറയുന്നത് എങ്ങനെയാണ് സാമാന്യജനം യാഗം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് 6ഉം 7ഉം 8ഉം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ആ 2 അധ്യായങ്ങളിലൂടെ നമ്മൾ കാണുന്നത് പുരോഹിതൻ എങ്ങനെ ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പുരോഹിതൻ എങ്ങനെ ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കണം എന്നുള്ള കാര്യമാണ് ആ 2 അധ്യായങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് വരാം. ഞാൻ ചില കാര്യങ്ങൾ ഓടിച്ചു പറയാണ്. അവിടെ നിന്നൊരു ദീർഘമായൊരു പ്രസംഗം നടത്താനൊന്നുമല്ല, ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ടാബർനാക്കിളിൻ്റെ പിക്ചർ മുൻപിൽ വെച്ചു. യാഗപീഠം വഴിയുള്ള വീണ്ടെടുപ്പ് നമ്മൾ മനസ്സിലാക്കി. അവിടെ ഒരു കണ്ടീഷനും ഇല്ല, അവിടെ ഒരു ഭാരവും വെച്ചിട്ടില്ല. രക്ഷ തികച്ച സൗജന്യമാണ്. ആ രക്ഷ നമ്മൾ ആസ്വദിക്കുകയാണ്. രക്ഷയുടെ സന്തോഷത്താൽ നാം മതിമറന്ന് നിൽക്കുകയാണ്. രക്ഷയുടെ സന്തോഷമാണ് നമ്മളെ ഇപ്പോൾ ഈ സ്നാനക്കടവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ആ സ്നാനക്കടവിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് മന്ത്രിക്കുകയാണ്, സ്നാനപ്പെടാൻ വരട്ടെ, നമുക്ക് ഇരുന്നൊന്ന് കണക്ക് കൂട്ടി നോക്കാം. ഇരുന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് സ്നാനപ്പെട്ടാൽ മതി, തിടുക്കപ്പെട്ടൊന്നും സ്നാനപ്പെടണ്ട. അതെന്താ ഇരുന്ന് കണക്ക് കൂട്ടി നോക്കുക എന്ന് പറയുന്നത്? അതായത് നാം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നലെ വരെ ജീവിച്ച പോലെ ഇനി ജീവിക്കാൻ പറ്റില്ല. അതൊരു സമ്പൂർണ്ണ സമർപ്പണമാണ്. ഞാൻ മറ്റൊരുത്തിൻ്റെ വകയായി തീരുകയാണ്. നിങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഏതോ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പെങ്കൊച്ച് വിവാഹത്തിന് ശേഷം കേട്ടുകേഴ്വിയില്ല, കണ്ടിട്ടുമില്ല, പരിചയമില്ല, ഒന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ കുടുംബക്കാരും ഒക്കെ ആയ ആളുകളുടെ അടുത്തേക്ക് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് മറ്റൊരു ജീവിതം ജീവിക്കാൻ ആരംഭിക്കുകയാണ്. ഇന്നലെ വരെ താൻ ജീവിച്ച ആ വീട്ടിൽ എങ്ങനെ വർത്തിച്ചോ അതുപോലെ തന്നെ ഇവിടെ പറ്റില്ല. ഇന്നലെ വരെ ജീവിച്ച വീട്ടിൽ രാവിലെ 11 മണിക്ക് എഴുന്നേൽക്കുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് 11 മണി വരെ കിടന്നുറങ്ങാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. ചിലപ്പോൾ ഒരു 10 വരെ പറ്റുമായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഞാനീ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിനിടയിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുകയാണ്. ആ സൂചനയ്ക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, മാറ്റിമറിക്കപ്പെടുകയാണ്. അതുപോലെ രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടുമ്പോൾ അവൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെടുകയാണ്. ശേഷം മനുഷ്യരെ പോലെ അല്ല നമ്മൾ. പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ നാസീർ വ്രതക്കാർ, അതായത് ഇസ്രായേലിലെ സാമാന്യ ജനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ ജീവിക്കുന്നവരാണ് അവർ. അവർക്ക് എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. തികച്ചും വ്യത്യസ്തരാണ് അവർ. ആ നാസീർ വ്രതക്കാരെ അങ്ങനെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മെ ഓരോരുത്തരിലുമാണ് കാണുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക്, അവിടുത്തെ സ്ത്രീ പുരുഷന്മാർക്ക് അക്ഷയ തൃതീയ ദിനത്തിൽ ഒരു 100 ഗ്രാം വേണമെങ്കിൽ പോയി ഒരു ജുവലറി പോയി മേടിക്കാം. അക്ഷയ തൃതീയ ദിനത്തിൽ. കാരണം എന്നാ? അത് ശിവനും വിഷ്ണു ഏതാണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ്, ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ വീട്ടിലിങ്ങനെ കുമിഞ്ഞുകൂടുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് പെന്തിക്കോസുകാരായ പെന്തിക്കോസൊക്കെ ഇപ്പോൾ ഈ ന്യൂജൻ പെന്തിക്കോസ്റ്റൊക്കെ അക്ഷയ തൃതീയ ദിനം നോക്കിയിരിക്കുകയാണ്. ശിവൻ്റെ അനുഗ്രഹമാണോ വിഷ്ണുവിൻ്റെ ആണോ മറ്റേ ആരുടെ ആണോ എനിക്കറിയില്ല, ശരിക്കും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പുള്ളികളും ഈ 100 ഗ്രാം മേടിക്കാനായിട്ട് ക്യൂ ലൈനിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഒരു ക്യൂ ലൈനിൽ നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ?
നമ്മൾ ഒരുതരം നാസീറുകളാണ്. നീ ശേഷം മനുഷ്യരെ പോലെയല്ല. നമ്മുടെ ജീവിതം ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയല്ലേ. അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടേണ്ട ആവശ്യമില്ലെന്നേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമല്ലോ. നിങ്ങൾക്ക് സ്നാനപ്പെട്ടൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ദൈവസഭയുടെ ഭാഗമാകണമെങ്കിൽ വളരെ കൃത്യമായ കാര്യമായി പറഞ്ഞു തരുന്നത്. അപ്പോൾ സായിപ്പിൻ്റെയും മദാമയുടെയും കാര്യമൊന്നും പറഞ്ഞിങ്ങോട്ട് വരരുത്. സായിപ്പും മദാമയും ഒന്നും അല്ല എല്ലാത്തിൻ്റെയും ലാസ്റ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വെളിപ്പാടിലാണ് വചനം പറഞ്ഞു തരുന്നത്. നന്നായിട്ട് ചെവി തുറന്ന് കേട്ടോണം. ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഇരുന്ന് കണക്ക് കൂട്ടി നോക്കണമെന്ന്. അതായത് നാം നുകത്തിൻ കീഴിലേക്ക് പോകാൻ പോവുക. രണ്ടുപേർ തങ്ങളിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയില്ല. നുകത്തിൻ കീഴിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു സൈഡിൽ നമ്മുടെ കർത്താവും മറു സൈഡിൽ നമ്മളുവാ. ആ ഒരു സൈഡിലുള്ള കർത്താവ് എത്രയോ സമർപ്പിതനാണ്. അവൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോയവനാണ്. അവൻ തകർക്കപ്പെട്ടവനാണ്, നുറുക്കപ്പെട്ടവനാണ്, ഉടയ്ക്കപ്പെട്ടവനാണ്. അവൻ്റെ കാൽച്ചുവടുകളെയാണ് നാം പിന്തുടരേണ്ടത്. ആ കാൽച്ചുവടുകളെ പിന്തുടരാമെന്ന് ഒരു പ്ലെഡ്ജാണ് ഈ സ്നാനത്തിൽ സംഭവിക്കുന്നത്. ഒരു പ്രതിജ്ഞയാണ്. സ്നാനത്തിലൂടെ ഞാൻ അതേ പാതയിലൂടെ നടക്കും. അങ്ങനെ ആ സമർപ്പണത്തിലേക്ക് വന്ന ആദ്യത്തെ ആളുകളാണ് ഈ അപ്പോസ്തലന്മാർ. ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ വിശുദ്ധന്മാർ. അവരതേ കാൽച്ചുവടുകളിലൂടെ നടന്നു, അതേ പാത പിൻപറ്റിയവരാണ്. അവരെയും നമുക്ക് അനുകരിക്കാം. നിശ്ചയമായും അവർ ആ ബോധ്യത്തിൽ തന്നെ നടന്നവരാണ്. ഈ തലമുറയിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. വളരെ കൃത്യതയോടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലാണ് ബലിപീഠം വെച്ചിരിക്കുന്നത്. കാൽവറിയിലെ ക്രൂശ്. ഒരു തർക്കത്തിനും സാധ്യതയില്ലാത്തവണ്ണമാണ് പറഞ്ഞത്. നിങ്ങൾ എത്ര ലോഡ് സ്വർണ്ണം ഉപയോഗിക്കുന്നവരോ വെള്ളി ഉപയോഗിക്കുന്നവരോ ചെമ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിലും രക്ഷയും അതുമായിട്ട് ഒരു ബന്ധമില്ല. രക്ഷയും ആഭരണമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റുമോ? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് യാക്കോബ് കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു എന്നുള്ള വാക്യമൊന്നും എടുത്തുകൊണ്ട് വന്നല്ല പറയുന്നത്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലാണ് ആ തിരുമേനി തകർക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണിക്കുന്നത്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിലാണ് ആ തിരുമേനി തകർക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണിക്കുന്നത്. പാപത്തിൽ നിബന്ധിച്ചു പോയ എന്നെ വീണ്ടെടുക്കുവാൻ, എൻ്റെ ദേഹം ദേഹി ആത്മാവിൽ സമ്പൂർണമായും എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എൻ്റെ കർത്താവ് തൻ്റെ തിരുശരീരം തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ഇതൊക്കെ ഞാൻ തിരിച്ചറിയുകയാണ്. എന്നെ നേടുവാൻ വേണ്ടി എൻ്റെ കർത്താവ് തൻ്റെ തിരുശരീരം തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് നിശബ്ദമായി മന്ത്രിക്കുന്നത്. നിന്റെ ആത്മമണവാളൻ നിനക്ക് വേണ്ടി തൻ്റെ ശരീരം ബലിപീഠത്തിൽ ഏൽപ്പിച്ചെങ്കിൽ നിനക്കും അതുപോലെ ഏൽപ്പിക്കുവാൻ മനസ്സുണ്ടോ? തോക്കൊന്നും ചൂണ്ടുന്നില്ലെന്നേ. ആരാ ഇവിടെ തോക്ക് ചൂണ്ടിയത്? ആരാ നിങ്ങളോട് പറഞ്ഞ തോക്ക് ചൂണ്ടുന്ന്? ചില പെന്തക്കോസ് ഗ്രൂപ്പുകളൊക്കെ ഈ തോക്ക് ചൂണ്ടുന്ന രീതിയിലാണ് പറയുന്നത്. ശരിക്കും അതിനെ നമുക്ക് ലീഗലീസ് എന്ന് വിളിക്കാം. ഈ രക്ഷയുടെ ആഴം പ്രസംഗിക്കുന്നേ നിങ്ങൾ. രക്ഷയുടെ ആഴം പ്രസംഗിക്കുക. ക്രൂശ് കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ. ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്ക്. പാപത്തെക്കുറിച്ച് പ്രസംഗിക്ക്. നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ധരിപ്പിക്ക്. ന്യായവിധിയുടെ കാഠിന്യം കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ. അത്ര ഭയാനകമായ ന്യായവിധി. ആ ന്യായവിധി കണ്ട ഒരുത്തനാ ചോദിക്കുന്നത്, പാസ്റ്റർ ഞാനൊരു നൂല് പോലത്തെ ഒരു സാധനം ഇടണേന് പാസ്റ്റർക്ക് കുഴപ്പമുണ്ടോന്ന്. എന്നാ ചോദ്യം? വേറെ ആരോടും ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല, എന്നോട് തന്നെ ചോദിക്കണോ? നിങ്ങൾ ഈ നൂലിൻ്റെ കഥ പറയുന്നത് എന്താ അർത്ഥത്തിലാണ്? ഒത്തിരി സഹോദരി സഹോദരന്മാർ എന്നോട് അങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ തിരിച്ചൊന്നും പറയാറില്ല. അപ്പോഴൊക്കെ ഞാൻ 32 പല്ലും കാട്ടി ഒന്ന് ചിരിക്കും. ഒരു അക്ഷരം മിണ്ടില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നോട് ഞാൻ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞതായിട്ട്? ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം മേലാൽ കേൾക്കുന്നവരോടും കൂടെയാണ്. എന്നോട് സംസാരിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടല്ലോ. ഞാനൊരു അക്ഷരം മിണ്ടാൻ പോകാറില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ ദൈവത്തെ കളിയാക്കുന്നത്? നിങ്ങളുടെ വിചാരം എന്നെ ഒരു നൂല് വണ്ണം കനമുള്ള ഒരു മാല നിങ്ങൾ ഇട്ടുകൊണ്ട് വന്നാൽ ഉടനെ ദൈവത്തിന് പ്രസാദമാകുന്നോ? അല്ല ഇത്തിരി കനം കൂടി ഇട്ടുകൊണ്ട് വന്നാൽ ദൈവത്തിന് കോപം വരുമെന്നൊക്കെ? നിങ്ങളെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? നിങ്ങൾ ഏത് സുവിശേഷമോ കേട്ടത്? നിങ്ങളോട് സുവിശേഷമാണ് ഞാൻ പറയുന്നത്. ബലിപീഠം മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. അവിടെ വീണ്ടെടുപ്പിൻ്റെ ആഴമാണ് കാണിക്കുന്നത്. നിന്നെ കഴുത്തൊടിക്കാൻ വെച്ചതാന്നുള്ളത് മറക്കണ്ട. കഴുത്തൊടിക്കാൻ വെച്ചതാ. അവിടെ നിന്നാണ് ദൈവകുഞ്ഞാടിന് പകരം കൊടുത്ത് വീണ്ടെടുത്തത്.
അങ്ങനെ വീണ്ടെടുത്ത് നമ്മെ ദൈവസന്നിധി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ നിർത്തലൊന്ന് ആലോചിച്ച് നോക്കി. നാവ് പൊങ്ങുമോ? നാവ് പൊങ്ങുമോ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിക്കാൻ? നമ്മുടെ ശിരസ്കരായിട്ടല്ലാതെ തല കുനിച്ചല്ലാതെ നിൽക്കാൻ പറ്റുമോ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മഹത്വത്തിന് മുമ്പാകെ? അവിടെ നിങ്ങൾ നൂലിൻ്റെ കണക്കും 5 പവൻ്റെയോ 10 പവൻ്റെയോ നിങ്ങൾ ഇട്ടുകൊണ്ട് വരുന്ന ഇതൊന്നും ഇവിടെ ഒരു സബ്ജക്റ്റ് അല്ലെന്നേ. നിങ്ങൾ സ്നാനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായി ആധികാരികമായിട്ടല്ലേ നമ്മൾ നിങ്ങളോട് പറയുന്നത്. മറ്റു പലരും പറഞ്ഞിട്ടുണ്ടാകില്ല, ഒരുപക്ഷെ അവർക്കിത് വെളിപ്പെട്ടിട്ടുണ്ടാവില്ല. വെളിപ്പെട്ടവരാണെന്നേ പറയുന്നത്, വെളിപ്പെട്ടവരാ പറയുന്നത്. അതുകൊണ്ടത് ആഴത്തിൽ മനസ്സിലാക്കിക്കൊള്ളുക. ഇരുന്ന് കണക്ക് കൂട്ടി നോക്കണം. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കാനാണ് ഇറങ്ങുന്നത്, വിശുദ്ധ ജീവിതം നയിക്കാൻ. ഈ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതിൽ എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഞാൻ ലേവ്യ പുസ്തകം 1-ാം അധ്യായം തുറക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ലേവ്യ പുസ്തകം തുറക്കുമ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങൾ വരെ എങ്ങനെ ദൈവസന്നിധിയിൽ യാഗം കൊണ്ടുവരുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതായത് 5 വിധ യാഗങ്ങൾ. ആ 5 വിധ യാഗങ്ങളെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്, 2ആയിട്ട് തിരിക്കുകയാണ്. ആദ്യത്തെ 3 യാഗങ്ങളും സൗരഭ്യം പരത്തുന്നതാണ്. അവസാനത്തെ 2 യാഗങ്ങളും, അതായത് പാവയാകവും അകൃത്യയാകവും, അതിനകത്ത് സൗരഭ്യമല്ല വരുന്നത്. പാവയാഗത്തിൽ സൗരഭ്യമാണോ വരുന്നത്? ഒരിക്കലും അല്ല. അങ്ങനെ യാഗങ്ങളെ നമ്മൾ 2ആയിട്ട് തിരിക്കും. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ഹോമയാഗത്തെക്കുറിച്ചും ഭോജനയാഗത്തെക്കുറിച്ചും സമാധാന യാഗത്തെക്കുറിച്ചും ഇങ്ങനെ 3 യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് പാവയാഗത്തെക്കുറിച്ചും അകൃത്യയാഗത്തെക്കുറിച്ചുമാണ്. അങ്ങനെ 2 യാഗത്തെക്കുറിച്ചും അവിടെ കാണുന്നത്. 1-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ്: യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ, ആ വാക്ക് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാണ്, നിങ്ങൾ വഴിപാട് കഴിക്കുന്നു എങ്കിൽ. ഇത് ഹോമയാഗത്തെക്കുറിച്ചാണ്. ഈ 1-ാം അധ്യായം ഹോമയാഗത്തെക്കുറിച്ച് ദീർഘമായി പറയുന്ന അധ്യായമാണ്. അപ്പം നിങ്ങൾ കഴിക്കുന്നു എങ്കിൽ, നിർബന്ധമില്ലെന്നേ. ഇവിടെ ഒരു നിർബന്ധമില്ല. ഇവിടെ ഒരു AK-47 ഒന്നും ആരും നിങ്ങളുടെ തോളത്ത് വെച്ചിട്ടില്ല. നിങ്ങൾ കഴിക്കുന്നു എങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം, നിർബന്ധമാണ്. നിങ്ങൾ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധ്യം വന്ന് ഒരു ഹോമയാഗം ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അതൊരു കൃതജ്ഞതാ ബലിയാണ്, സന്തോഷത്താൽ അർപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ചിന്ത വന്ന് ആ സ്വമേധയാ കൊണ്ടുവരുന്ന ഒരു അനുഭവമാണെങ്കിൽ, യാഗത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളത് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണ് സംസാരിക്കുന്നത്. ചെവി തുറന്ന് കേട്ടോണം. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്ന പോലെ യാഗം കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നരിയെ പുലിയോ കുറുക്കനെയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അവിടെ ആടുകളെയോ കന്നുകാലികളെയോ കൊണ്ടുവരണം. അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള മൃഗങ്ങളെയാണ് കൊണ്ടുവരേണ്ടത്. വളർത്തു മൃഗങ്ങളെ കൊണ്ടുവരണം, വന്യമൃഗങ്ങളെ കൊണ്ടുവരുവാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിനൊരു ആഴമേറിയ അർത്ഥമില്ലേ? ആ അർത്ഥം എന്താ? രക്ഷിക്കപ്പെടാത്ത ഒരുത്തിനും സ്നാനം എന്നുള്ള പേരിൽ ഇങ്ങ് വന്നേക്കരുതെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെടാത്ത ഒരുത്തിനെങ്ങനെയാണ് ഡൊമസ്റ്റിക് ആകുന്നത്? വേദപുസ്തകത്തിൻ്റെ പഠനമനുസരിച്ച് രക്ഷിക്കപ്പെടാത്തതെല്ലാം വൈൽഡ് ആനിമലാണ്, രക്ഷിക്കപ്പെട്ടത് മാത്രമേ ഡൊമസ്റ്റിക് ആകുന്നുള്ളൂ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്നാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ളതിൻ്റെ തെളിവാണ് ആ വാക്യത്തിലൂടെ കൊണ്ടുവന്നത്. നിങ്ങൾ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയിരിക്കണം. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ കാണുന്നത്, അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ. കഴിക്കുന്നു, ആ വാക്ക് എൻ്റെ കൂടെ ഞാൻ ഈ വായിക്കുമ്പോൾ എൻ്റെ കൂടെ വരണം. എങ്ങനെയാ? അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ. അത് ഒറ്റ വാക്കായിട്ട് എഴുതിയിരിക്കുന്നത്, കഴിക്കുന്നു എങ്കിൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. അപ്പം നമ്മൾ പറയാണ് അതൊക്കെ ഈ പെന്തിക്കോസുകാരുടെ ഷാഢ്യങ്ങളാണ്. ഇവരിങ്ങനെ ഷാഢ്യം പിടിക്കുന്നുണ്ടല്ലേ ആരും ഈ രക്ഷയിലേക്ക് വരാത്തത്. ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താ? അങ്ങനെ ഷാഢ്യം പിടിച്ചുകൊണ്ട് എത്രയോ പേര് വിശ്വാസത്തിൽ വരാതെ മരിച്ചുപോയി. അത് കൊള്ളാം, ഭയങ്കര തമാശയായിപ്പോയി. എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ മതി എന്ന് പറയുകയായിരുന്നെങ്കിൽ ഇസ്രായേലിലുള്ള സകല മനുഷ്യർ യാഗം കൊണ്ടുവന്നേനെ. ഇപ്പം ഏത് പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നത്? ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകത്തിന് മുമ്പൊരു പുസ്തകമുണ്ട്, അതാണ് പുറപ്പാട് പുസ്തകം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ പുറപ്പാട്, പെസഹായും ചോരത്തലി ആചരിച്ച ജനമാണത്.
മറക്കണ്ട കേട്ടോ, ആ രാത്രിയിൽ സംഹാരകൻ കടന്നുപോയ രാത്രി. പിന്നീട് എന്താ സംഭവിച്ചത്? നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും ചെങ്കടലിനെ വിഭാഗിച്ച ആ കാഴ്ച ജനം കാണുകയാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. അങ്ങനെ മുൻപോട്ട് കടന്നു വന്ന് മാറായിലെ അത്ഭുതം, എലീമിൽ, റഫിദീമിൽ, അങ്ങനെ അവർ ഹോരേബിൻ്റെ അടിത്തട്ടിൽ എത്തുകയാണ്. വലിയ ദൈവപ്രവൃത്തികളാണ് അവർ കാണുന്നത്, കേൾക്കുന്നതും. അവർക്ക് വേണ്ടി മന്ന പൊഴിയുകയാണ്, അവർക്ക് വേണ്ടി നീരുറവ തുറക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. അതൊന്നുമല്ല ഗൗരവം, അതിനേക്കാളൊക്കെ ഭയങ്കരമായ കാഴ്ചയാണ് പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ. തേജോമനായ ദൈവം സീനായിൽ ഇറങ്ങി വരികയാണ്. തേജോമനായ ദൈവം സീനായിൽ ഇറങ്ങി വരികയാണ്. ആ വന്ന കാഴ്ച ഇസ്രായേൽ കണ്ണാലെ കണ്ടതാണ്. ഇസ്രായേൽ കണ്ണാലെ കണ്ടതാണ്. ആ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം പിന്നത്തേതിൽ പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശ ദൈവാലോചനകൾ വാങ്ങിക്കൊണ്ട് താഴ്വരയിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിൻ്റെ പരദേശ പ്രയാണത്തിലും അവർ വാഗ്ദത്ത ദേശത്ത് എത്തിയതിനു ശേഷം ജീവിക്കേണ്ട ജീവിതങ്ങളെക്കുറിച്ചുള്ള രൂപരേഖ മോശ കയ്യേറ്റു വാങ്ങിക്കൊണ്ട് താഴ്വരയിലേക്ക് വരികയാണ്. അങ്ങനെ താഴ്വരയിലേക്ക് വന്നവർ സമാഗമന കൂടാരം നിർമ്മിക്കുകയാണ്. പൗരോഹിത്യത്തിനായിട്ട് അഹ്റോനെയും പുത്രന്മാരെയും വേർതിരിക്കുകയാണ്. അങ്ങനെ അതിനോടനുബന്ധിച്ച് അവർ വരുവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ അടുത്തു വരാം, കേൾക്കണം കേട്ടോ, ചെവി തുറന്ന് കേൾക്കണം. ചുമ്മയൊന്നും ഓടിച്ചാടി വരാൻ പറ്റില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എങ്ങനെ വരാം എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ലേവ്യ പുസ്തകത്തിലൂടെ തുറന്നു വരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ജനം അടുത്തു വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ലേവ്യ പുസ്തകത്തിലൂടെ പറഞ്ഞു കൊണ്ടുവരികയാണ്. ഈ 5 വിധ യാഗങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം പറയുകയാണ്. അപ്പോഴാണ് അവരോട് പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും വഴിപാട് കഴിക്കുന്നു എങ്കിൽ ഞാൻ മുഖവര പറഞ്ഞത് കേട്ടല്ലോ. എന്താ മുഖവര? മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട അവിടം മുതൽ തുടങ്ങി സീനായി പർവ്വതത്തിൻ്റെ മുകളിൽ മോശ പ്രമാണം കയ്യേറ്റു വാങ്ങി അതുമായി താഴ്വരയിൽ വന്ന് ജനത്തിനത് പങ്കിട്ട് കൊടുത്തു. ജനത്തോട് ആലോചന പറഞ്ഞു. ഇങ്ങനെയായിരിക്കും നമ്മൾ മുൻപോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതം ഇനി ഈ പ്രമാണങ്ങളാൽ ബന്ധിതമായിരിക്കും. നമ്മൾ ശേഷം മനുഷ്യരെ പോലെ അല്ല. ഇതിൻ്റെ ചുറ്റും അമലേക്യരൊക്കെ കിടപ്പുണ്ട്, മോവാബിര്, അമ്മോന്യര്, പിന്നെ ഇവർ യെബൂസിയൻ, ഇവനൊക്കെ ഉണ്ട്, ചുറ്റുമുണ്ട്. പുറയിലേക്ക് നോക്കിയ പറവോയുടെ ആൾക്കാരും ഒക്കെ ഉണ്ട് മിസ്രൈമിൽ. അതൊക്കെ ശരി തന്നെ. നമ്മളിനി അവരെ പോലെ അല്ലെന്നേ, നമ്മൾ തികച്ചും വ്യത്യസ്തരാണ്. നമ്മൾ ഈ പ്രമാണം കയ്യേറ്റ് വാങ്ങിയിരിക്കുന്നു. ഇതിനനുസരിച്ചല്ലാതെ ഇനി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ കഴിയില്ല. നമ്മൾ വഴിപാട് കഴിക്കുന്നുവെങ്കിൽ അത് ആടോ മാടോ ആയിരിക്കണം, പുലിയോ നരിയോ പാടില്ലെന്നേ. എന്തെങ്കിലും ഒരു കുടുക്ക് വെച്ച് കുറുക്കനെ പിടിച്ചോണ്ട് വന്നിട്ട് കുറുക്കനെ അർപ്പിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല. അതുപോലെ അർപ്പിക്കുന്നുവെങ്കിൽ അത് ഊനമില്ലാത്തതായിരിക്കണം, കുറവില്ലാത്തതായിരിക്കണമെന്ന്. യാതൊരു കുറവും ഉണ്ടാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിലെ ഈ ആദ്യത്തെ വാക്യങ്ങളിൽ നിന്ന് ഞാൻ ഇത്രയേ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ അർപ്പിക്കുന്നു എങ്കിൽ ഇരുന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. നിങ്ങൾക്ക് സ്നാനപ്പെടാൻ മനസ്സുണ്ടേ പെട്ടാൽ മതിയെന്നേ. രക്ഷ സൗജന്യമല്ലേ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ. സ്നാനപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കണം. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ താഴേക്ക് വരിക 10-ാം വാക്യത്തിലേക്ക്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യത്തിൻ്റെ പകുതി വരുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ വഴിപാട് അർപ്പിക്കുന്നത് ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ, അവിടെയും ആകുന്നു എങ്കിൽ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയ്ക്ക് അവൻ്റെ വഴിപാട് പറവജാതിയിൽ ഒന്നിനെ കൊണ്ട് ഹോമയാഗമാകുന്നു എങ്കിൽ, അവിടെയൊക്കെ ജനത്തോട് പറയുന്നത് എന്താ? പ്രിയരെ, നിങ്ങൾ കഴിക്കുന്നു എങ്കിൽ, കഴിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശരിയാക്കുന്നൊന്നും അല്ല പറയുന്നത്. കഴിക്കുന്നുവെങ്കിൽ ഈ രീതിയിലൊക്കെ ആയിരിക്കണം കഴിക്കേണ്ടത്. അത് വളരെ സൗമ്യമായിട്ട് തന്നെയാണ് പറയുന്നത്. കഴിക്കുന്നുവെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം, കഴിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ സ്നാനപ്പെടണം. പക്ഷെ ഈ കാര്യങ്ങളും കൂടെ ചേർത്ത് പറയും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം വാക്യം, 5-ാം വാക്യം, 7-ാം വാക്യം, അവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കഴിക്കുന്നു എങ്കിൽ, ഭോജനയാഗം ആകുന്നു എങ്കിൽ, നിങ്ങൾ കഴിക്കുന്ന ഭോജനയാഗം ആകുന്നു എങ്കിൽ, നിങ്ങൾ ഉരുളിയിൽ ചുട്ട ഭോജനയാഗം ആകുന്നു എങ്കിൽ. അപ്പോൾ ആകുന്നു എങ്കിൽ എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ കഴിക്കുന്ന ഭോജനയാഗം ആദ്യഫലങ്ങളുടെ ഭോജനയാഗമാകുന്നു എങ്കിൽ, അങ്ങനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഒരുവൻ്റെ വഴിപാട് സമാധാനയാഗമാകുന്നു എങ്കിൽ.
അപ്പോൾ ഈ മൂന്നാം അധ്യായം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ? കഴിക്കുന്നു എങ്കിൽ, അർപ്പിക്കുന്നു എങ്കിൽ, വഴിപാട് കൊണ്ടുവരുന്നു എങ്കിൽ, അവിടെ എല്ലാം ഈ എങ്കിലുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് മാത്രം. അതേസമയം 4-ാം അധ്യായത്തിലേക്ക് വന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത് ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ പാപം ചെയ്തു എങ്കിൽ പാപയാഗവുമായി വരേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം 3-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ കാണുന്നത്, അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്തൊരു കാളക്കിടാവിനെ അർപ്പിക്കണം. നിങ്ങൾ അർപ്പിക്കുന്നു എങ്കിൽ എന്നല്ല അവിടെ. 4-5 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണാൻ പോകുന്നത്, അർപ്പിക്കുന്നു എങ്കിൽ, വഴിപാട് കൊണ്ടുവരുന്നു എങ്കിൽ എന്നൊന്നും അല്ല കാണുന്നത്. ഇവിടെ പാപയാഗവും അകൃത്യയാഗവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ നിർബന്ധമാണത്. പാപയാഗവും അകൃത്യയാഗവുമായിട്ടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എങ്ങനെയാ? നിർബന്ധമാണ്, അർപ്പിക്കണം. അതുപോലെ അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതായത് പാപം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപമായി അർപ്പിക്കണമെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരുവന് അവൻ ചെയ്ത പാപം ബോധ്യമായി എങ്കിൽ അവൻ ഊനമില്ലാത്ത ഒരു ആങ്കോലാടിനെ വഴിപാടായി കൊണ്ടുവരണം. അപ്പോൾ ഇത് പാപയാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇനിയുണ്ട്, കൊണ്ടുവരണം, അർപ്പിക്കണം എന്നെല്ലാമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ 5 യാഗങ്ങളെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ആദ്യത്തെ 3 യാഗങ്ങൾ കൃതജ്ഞതാ ബലികളാണ്. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ കൊണ്ടുവരുന്നു എങ്കിൽ, അത്ര തന്നെ, നിങ്ങൾ കൊണ്ടുവരുന്നു എങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. അത് കഴിഞ്ഞ് പാപയാഗത്തെക്കുറിച്ചും അകൃത്യയാഗത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? അതിങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 6-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ, 7-ാം അധ്യായം, ഈ ഭാഗങ്ങളിലെല്ലാം വരുമ്പോൾ പുരോഹിതൻ ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. യാഗം അർപ്പിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ സ്നാനവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ നമ്മളൊന്ന് വിശദീകരിച്ചതാണ്. നിങ്ങളത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട്, നിങ്ങൾ ഭൂലോകത്തിലെമ്പാടും പോയി സുവിശേഷം അറിയിച്ച് അങ്ങനെ മുൻപോട്ട് വരുന്ന ആളുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യത്വത്തിൻ്റെ പാതയിൽ അവരെ നടത്തണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അത് പറയുന്ന ആരോടാ? കർത്താവിൻ്റെ ശിഷ്യന്മാരോടാണ്, അപ്പോസ്തലന്മാരോടാണ് പറയുന്നത്. അപ്പോൾ അവർ കടന്നു പോകുന്ന മേഖലകളിൽ സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ച് രംഗത്ത് വരുന്ന ആളുകളെ ഈ പറഞ്ഞ രീതിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. സ്നാനപ്പെടുത്തുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശുശ്രൂഷകർക്ക് ബോധ്യം കൊടുത്തിട്ടുണ്ട്. ശുശ്രൂഷകൻ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മൾ ഹോമയാഗത്തെക്കുറിച്ചും മറ്റ് യാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സാമാന്യജനം യാഗവുമായിട്ട് വരുന്നു. യാഗവുമായി വന്നിട്ട് യാഗമൃഗത്തെ പുരോഹിതനെ ഏൽപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് പുരോഹിതൻ ആടാണെങ്കിൽ ആടിൻ്റെ കഴുത്തറക്കും. കഴുത്തറുത്താണ് ആടിനെ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ രീതിയിൽ. അത് കഴിഞ്ഞ് പ്രാവാണെങ്കിൽ പ്രാവിൻ്റെ കഴുത്തറക്കുന്നില്ല, പ്രാവിൻ്റെ കഴുത്ത് പിരിച്ചു പറിക്കുകയാണ്. അത് വെളിയിൽ നിൽക്കുന്ന ഇസ്രായേലിലെ 12 ഗോത്രക്കാരും കാണുന്നില്ല. അതെല്ലാം പുരോഹിതന്മാരാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പുരോഹിതനാണ് ബോധ്യം കൊടുത്തിരിക്കുന്നത്, സാമാന്യ ജനത്തിനല്ല. ലേവ്യ പുസ്തകം വായിക്കുന്നുണ്ട്, അവർക്കും അറിയാം പുരോഹിതന്മാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ 2 രീതിയിലാണ് ഈ കാര്യങ്ങളെ നമ്മൾ കാണുന്നത്. ഒരുവൻ രക്ഷിക്കപ്പെടുന്നു, അവൻ സ്നാനത്തിലേക്ക് വരുന്നു. സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ അവന് ആ ദൈവിക സംരക്ഷണം ലഭിക്കുകയുള്ളൂ, ക്രിസ്തുവിനോട് ചേരാൻ കഴിയുള്ളൂ. അത് സെയ്റ്റാൻ്റെ ക്ലെയിമിൽ നിന്ന് അവന് മുക്തനാകാൻ കഴിയുള്ളൂ. സെയ്റ്റാനുമായിട്ടുള്ള എല്ലാ അക്കൗണ്ടും അവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നു. ഒരു ലീഗൽ പ്രൊസീജിയറാണ് അവിടെ നടക്കുന്നത്. സെയ്റ്റാനുമായിട്ടുള്ള എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നു. ഞാൻ മറ്റൊരുത്തിൻ്റെ വകയായി തീരുകയാണ്. ഇനി ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടവനാണ്. സ്വർഗീയ സംരക്ഷണം എൻ്റെ മേലുണ്ട്. ദൂതന്മാരുടെ കാവൽ എൻ്റെ മേലുണ്ട്. എപ്പോഴാ? ആ സ്നാനപ്പെട്ട് മുൻപോട്ട് വരണം. അല്ലെങ്കിൽ മറ്റേ പുള്ളി ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഇസ്രായേലും മിസ്രൈം വിട്ടു. ചെങ്കടലിൻ്റെ കര വരെ ആരുടെ സ്ഥലമാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അത് ഫറവോൻ്റെ ടെറിട്ടറിയാണ്, ഫറവോൻ്റെ അതിർത്തി പ്രദേശമാണത്. ചെങ്കടൽ കടന്ന് മറുകര കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫറവോയുമായിട്ട് ഒരു ബന്ധമില്ല, അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അതുപോലെയാണ് സ്നാനപ്പെട്ട് വന്നു കഴിയുമ്പോൾ ആ പഴയ തോമസ്, പഴയ വർഗീസ്, പഴയ അവറാച്ചൻ, ആ അവറാച്ചനെയൊക്കെ ഈ സ്നാനക്കുളത്തിൽ ആ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? തൽക്ഷണം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ട പുതിയൊരു അവറാച്ചൻ പുനരുദ്ധാന ശക്തിയാൽ ആ കല്ലറയിൽ നിന്ന് ഉയർത്തു വരികയാണ്. സ്നാനത്തിൽ എന്താ സംഭവിക്കുന്നത്? പുനരുദ്ധാന ശക്തിയാൽ അവറാച്ചൻ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്, അല്ലെങ്കിൽ ചാക്കോച്ചൻ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അതാണല്ലോ അവിടെ സ്നാനത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്?
സ്നാനപ്പെടാൻ വരുന്നയാൾ മിനിമം കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ സ്നാനപ്പെടുത്തുന്ന പുള്ളിക്ക് മിനിമം കാര്യം അറിഞ്ഞാൽ പോരാ. ആ പുള്ളി നന്നായിട്ട് തറവായിട്ട് പഠിച്ചിരിക്കണം. തറവായിട്ട് പഠിക്കുകയോ ഗ്രഹിക്കുകയോ മനസ്സിലാകുകയോ ചെയ്യാത്ത പാർട്ടികളാണ് സ്നാനപ്പെടുവാൻ വരുന്നവനോട് ചോദിച്ചിട്ട് മരുന്ന് കുറിക്കുന്നത്. ഏത് ഡോക്ടർ തന്നെ രോഗിയോട് ചോദിക്കുക, ഞാൻ എന്നാ മരുന്നാണ് കുറിക്കേണ്ടതെന്ന്. അപ്പോൾ പുള്ളി പറയും, എനിക്കിഷ്ടം ഈയിടെയായിട്ട് ഇങ്ങനെയാണ്. കോട്ടയത്തെ തങ്കുച്ചായനൊക്കെ ഇങ്ങനത്തെ മരുന്നാണല്ലോ കുറിക്കുന്നത്. താരുച്ചായനുണ്ട്. താരുച്ചായൻ, എൻ്റെ ദൈവമേ, കഴിഞ്ഞ ആഴ്ച ഞാൻ താരുച്ചായൻ്റെ പേരും പറഞ്ഞു, താരുച്ചായൻ്റെ പേരൊക്കെ പറഞ്ഞു. ചില പ്രിയപ്പെട്ടവർക്ക് സങ്കടമായി പോയി അതൊക്കെ. എങ്കിലും ഞാൻ പറഞ്ഞു, സങ്കടപ്പെടണ്ട, എല്ലാം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. റോസ്റ്റ് കേട്ടിട്ടില്ല? റോസ്റ്റിങ്ങിന് വേണ്ടി വെച്ചിരിക്കുക. ഇപ്പോൾ വിലസിക്കോ നീയല്ല, നിനക്കൊന്നും ഇതിൻ്റെ ABCD അറിയില്ല, നിന്നെയൊന്നും ഒരു വേലയ്ക്കും വിളിച്ചിട്ടില്ല, ജനത്തെ എല്ലാം പാതാളത്തിലെത്തിക്കാനുള്ള കൊട്ടേഷൻ എടുത്തിട്ടിരിക്കുക നീയൊക്കെ. അയ്യോ, ഈ പാസ്റ്റർ ഒരു സൗമ്യതയില്ലാതെ പോവാണല്ലോ. എന്ത് ചെയ്യാൻ സഹോദരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണെന്നേ മാറ്റി പറയുന്നത്? എല്ലാം ജനത്തെ പാതാളത്തിലെത്തിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിരിക്കുകയാണെന്നേ. ഇവർക്കിത് വെളിപ്പെട്ടിട്ടില്ലെന്നേ. വെളിപ്പെട്ടവരാണ് ഈ പറയുന്നത്. ഇത് ഇങ്ങനെയാണ് സ്നാനം, ഇങ്ങനെയാണ് രക്ഷ. ഇവിടെ മാലയ്ക്കും കമ്മലിനൊന്നും ഒരു പ്രാധാന്യമില്ല. നിങ്ങൾ 100 ഗ്രാം ഇടുവോ 100 കിലോ ഇടുവോ അതൊന്നും ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷെ നിങ്ങൾ സ്നാനത്തിലേക്ക് വരികയാണ്, ഞങ്ങൾ കാര്യം പറയും. നിങ്ങളുടെ ശരീരം സമർപ്പിക്കണം യാഗമായിട്ട് സമർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാഗത്തിൻ്റെ ഗൗരവം പഠിക്കണം. യാഗത്തിൻ്റെ ഗൗരവം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിൻ്റെ രീതികൾക്കനുസരിച്ചല്ല യാഗം നടത്തുന്നത്. ഇപ്പോൾ അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ മുമ്പാകെ ഒരു കാളയെ യാഗം അർപ്പിക്കാൻ കൊണ്ടുവരികയാണ്. കാളയെ യാഗം അർപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ കാളയുടെ ചെവിക്കകത്ത് മറ്റേ ആ സാധനം അടിച്ചു കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിന് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു ചാപ്പ അടിക്കുമല്ലോ, ഒരു സാധനം ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ലായിരിക്കും ചിലപ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് അടിച്ചു പിടിപ്പിക്കും. അപ്പോൾ ആ സാധനം അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ ചില കാളകളുടെയൊക്കെ കഴുത്തേൽ മണിയൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കും. ചില കാളകളുടെ, എല്ലാ കാളകളുടെയും തൂക്കിയിടില്ല, ചില ആടുകളുടെയൊക്കെ തൂക്കിയിടുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വലിയ ചങ്ങലയുള്ള മണിയൊക്കെ കെട്ടി തൂക്കിയിടും. പോകരുത് കേട്ടോ, പോകരുത്. ഞാൻ ഇപ്പം നിർത്തിയേക്കാം, പോകരുത്. ഗുളിക വേണേൽ എടുത്ത് കയ്യിലെടുത്ത് വെച്ചോ, ഇപ്പം തന്നെ ഗുളികം കഴിച്ചോ, ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോരെ. ഗുളിക കഴിക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോകണോ? ഇപ്പം തന്നെ ഞാൻ നിർത്താം. അയ്യോ, യാഗവും നടത്തിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഈ കാളയ്ക്ക് ഈ മണി ചിലപ്പോൾ കെട്ടി തൂക്കിയിടും, അല്ലെങ്കിൽ ഈ ചെവിയിൽ ഇതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അഹ്റോൻ്റെ അടുത്തേക്ക് കാളയായിട്ട് വരികയാണ്, ഒരു ഹോമയാഗം നടത്തിയേക്കാൻ. അപ്പോൾ അഹ്റോൻ പറയാണ്, ശരി, യഹോവയുടെ നാമത്തിൽ നമുക്ക് നടത്തിയേക്കാം. അങ്ങനെ കാളയെ അറുത്തു. കാളയെ അറുത്തിട്ട് ചുമ്മാ കണ്ടെന്നുണ്ടെന്ന് ഉറക്കി ബലിപീഠത്തിലിടാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ലെന്നേ. അത് കഴിഞ്ഞിട്ട് തോല് മൊത്തം ഉരിക്കും, വാലിലെ തോലും കൂടെ ഉരിക്കും, എല്ലാം ഉരിച്ച് പിന്നെ ഖണ്ഡമായി നുറുക്കും. അങ്ങനെ നുറുക്കിയിട്ട് വീണ്ടും വെള്ളത്തിൽ കഴുകും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ, അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പുതുതായിട്ടൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് അറിയില്ലെങ്കിലോ, കർത്താവയോ അല്ലോ പഴയ മെസ്സേജും കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വീണ്ടും വെള്ളത്തിൽ കഴുകും. അതൊക്കെ കഴുകിയിട്ട് യാഗപീഠത്തിൽ വിറക് അടുക്കി വെക്കുന്നു. വിറകിന് മുകളിലേക്ക് ഈ നുറുക്കിയ യാഗവസ്തുവിനെ കൊണ്ടുവരുന്നു. അങ്ങനെയല്ലേ? അപ്പോൾ അഹ്റോൻ കാളയെ അറക്കുന്നു. അറുത്തിട്ട് തോലുരിക്കുമ്പോൾ ഈ കാളയുടെ ചെവിയിൽ ഈ ഇൻഷുറൻസുകാർ അടിച്ചു വെച്ചിരിക്കുന്ന ആ സാധനം അത് അവിടെ ഇരിക്കുമോ? ആ ഇരുമ്പിൻ്റെ സാധനമേ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേ, ബലിപീഠത്തിൽ ഇരുമ്പല്ലേ, അത് ഇരുമ്പാണോ ചെമ്പാണോ? കാളയ്ക്കൊന്നും സ്വർണത്തിൻ്റെ ഒന്നും ഇടില്ലെന്ന് എനിക്ക് തോന്നണം. ഇടുവോ? അമേരിക്കയിലൊക്കെ ചിലപ്പോൾ ഇടുമായിരിക്കും, ഇന്ത്യയിൽ ഏതായാലും ഇടില്ല. അമേരിക്കയിൽ ഒത്തിരി പൈസയുള്ള ആൾക്കാരല്ലേ, ഡോളർ ഉള്ളതുകൊണ്ട് അവർ കാളയ്ക്ക് ചിലപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഇടുമായിരിക്കും. നമ്മൾ ഇന്ത്യക്കാരുടെ ഈ രീതി വെച്ച് പറയാം, ഇന്ത്യയിൽ കാളയ്ക്ക് സ്വർണ്ണമൊന്നും അല്ലാതെ ഇരുമ്പിൻ്റെ എന്തോ സാധനമാണ്. അപ്പോൾ ആ ഇരുമ്പിൻ്റെ സാധനം അത് യാഗപീഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കത്തി അമരും, ദഹിക്കും. ഈ ഇരുമ്പിൻ്റെ സാധനം കത്തുവോ? അതവിടെ തന്നെ കിടക്കും, ചൂട് പിടിച്ച് കിടക്കും. പിന്നീട് ചാരം കോരാൻ വരുന്ന പുരോഹിതൻ്റെ കയ്യിലേക്ക് ആ ഇരുമ്പിൻ്റെ സാധനം ചുട്ടുപഴുത്ത് കിടക്കുന്ന വന്ന പുരോഹിതൻ ഓടുന്ന വഴിയാണല്ലോ. എന്തൊരു ദുരന്തമായിരിക്കും. അതുപോലെ തന്നെ ഈ കഴുത്തെ കിടന്ന മണിയൊക്കെ അങ്ങനെ ഈ യാഗപീഠത്തിലെ തീ കിടന്ന ഉരുകും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉരുകുന്ന്. ഇരുമ്പല്ലേ, ഇരുമ്പ് അങ്ങനെ പെട്ടെന്ന് ഉരുകില്ല. അതിന് തക്കതായ ടെമ്പറേച്ചർ വന്നാലേ മെൽറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ മെൽറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അവിടുത്തെ അഹ്റോൻ അങ്ങനെ ആ സാധനമൊക്കെ ഊരി മാറ്റി വെച്ചിട്ടാണ് യാഗപീഠത്തിലേക്ക് കയറ്റുള്ളൂവെങ്കിൽ ഇന്നത്തെ അഹ്റോന്മാരെന്താ കാര്യങ്ങളിൽ ഉപേക്ഷ വിചാരിക്കുന്നത്? ഇന്നത്തെ അഹ്റോന്മാർക്ക് ഇതൊന്നും ക്ലിക്കായിട്ടില്ലെന്നേ. ഇന്നത്തെ അഹ്റോന്മാർക്ക് ഇതൊന്നും ക്ലിക്കായിട്ടില്ല, ബോധം വന്നിട്ടില്ല. ബോധം വന്നെങ്കിലല്ലേ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലേവ്യ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ കഴിക്കുന്നുവെങ്കിൽ, നിർബന്ധമൊന്നുമില്ലെന്നേ, കഴിക്കുന്നുവെങ്കിൽ ഇങ്ങനെയാണ്, വൃത്തിയായിട്ട് കഴിക്കണം, ദൈവത്തിന് പ്രസാദം ലഭിക്കുമാറ്.
പ്രസാദകരമല്ലാത്ത യാഗം നടത്തിയിട്ട് എന്താ സൗരങ്ങളെ കാര്യം? ആർക്കാണ്ടക്ക് വേണ്ടി ഓക്കാനിച്ചൊരു പെന്തിക്കോസ്ത് ജീവിതം നയിച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്കും പ്രയോജനമില്ല, ദൈവസഭയ്ക്കും പ്രയോജനമില്ല. ശരിക്കും ബഹുഭൂരിപക്ഷം പെന്തിക്കോസുകാരും താൻ പാതി ദൈവം പാതിയാ. ദൈവത്തിൻ്റെ ഇഷ്ടം കുറച്ച് വേണം, ഞങ്ങളുടെ ഇഷ്ടവും നടക്കണം. ശരിക്കും ഒരു ഡിസൈപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിഷ്യത്വത്തിലേക്ക് ചൂടുവെക്കുന്ന ഒരുത്തൻ, അവന് സ്വന്തമായൊരു ഹിതമില്ല കേട്ടോ. അവന് സ്വന്തമായൊരു ഹിതമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭയാനകമായൊരു പാപം തന്നെയാണ്. നിങ്ങൾ 1 കിലോയുടെ മാല ഇട്ടിരിക്കുന്ന 2 കിലോയുടെ കമ്മൽ തൂക്കിയിട്ടിരിക്കുന്നൊന്നുമല്ല വലിയ പാപം. അതിലും വലിയ പാപമാണ് സ്വന്തം ഹിതത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്, സ്വയത്തിന് ജീവിക്കുക എന്ന് പറയുന്നത്. അത് വലിയ പാപം തന്നെയാണ്, ചെറുതൊന്നുമല്ല, ഇച്ചിരി വലുത് തന്നെയാണ്. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്നും ആസ്വാദ്യകരമാകില്ല. ഇവിടുത്തെ കാതലായ മർമ്മം പറഞ്ഞ് ഞാൻ നിർത്താം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ സംഭവം രക്ഷയിൽ നിങ്ങൾ ആനന്ദിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ്റെ മനോഹരത്വം കണ്ണാലെ കാണുന്നില്ല. ആ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടരായിട്ടില്ല. ആ മനോഹാരിതയിലേക്ക് നിങ്ങൾ വശീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ വശീകരിക്കപ്പെട്ട ആ ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിന് അനുരൂപരാകാൻ കഴിയില്ലെന്നേ. ശേഷം പെന്തിക്കോസുകാർ നടക്കുന്ന പോലെ ഒന്നും നടക്കാൻ പിന്നെ പറ്റത്തില്ല. അത്ര ഭയങ്കരമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സമർപ്പിത ജീവിതമല്ലേ ഇത്? സമർപ്പിത ജീവിതമല്ലേ? എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ രക്ഷയും സ്നാനവും വെച്ചത്. നിങ്ങളുടെ രക്ഷയിൽ നമ്മൾ ഒരു അലോസരവും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നില്ല. നിങ്ങൾ സ്നാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അനുദിനം ക്രൂശ് എടുക്കേണ്ടവരാണ്. അനുദിനം ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നിങ്ങൾ സമർപ്പിത ജീവിതത്തിലായിരിക്കണം. ക്രൂശിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിന്ദകളുണ്ടാകും, പഴികളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, ത്യജിക്കപ്പെടലുകളുണ്ടാകും, ഒറ്റപ്പെടലുകളുണ്ടാകും. എല്ലാവരും നിങ്ങളെ വെടക്കെന്ന് എണ്ണും. നിങ്ങളുടെ ഏറ്റവും പ്രാണസ്നേഹിതൻ പോലും നിങ്ങളെ ഒറ്റുകൊടുക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വിചാരിച്ചത്? 100 ഗ്രാമിൻ്റെ ഇടുന്ന കാര്യമല്ല ക്രൂശ് എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രൂശിൻ്റെ പാതയിലൂടെയാണ്. ക്രൂശിൻ്റെ പാതയാണ് വെളിപ്പെടുത്തി തരുന്നത്. ക്രൂശിൻ്റെ പാതയിലൂടെ പോകാനാണോ നീ ജോയി ആലുക്കാസിൻ്റെ അഡ്രസ്സ് തേടുന്നത്? അതിനാണോ നീ ഭീമ ജുവലറിയുടെ ലൊക്കേഷൻ നോക്കുന്നത്? ലൊക്കേഷൻ മാപ്പ് ഇട്ട് നോക്കുക. അക്ഷയ തൃതീയ ദിനത്തിലൊരു 100 ഗ്രാം മേടിച്ചേക്കാം, ഒരു അനുഗ്രഹം വരുമെങ്കിൽ വരട്ടെ എന്ന്. നിന്നെയൊക്കെ പെന്തിക്കോസിന് വിളിക്കുന്നവനെ സമ്മതിക്കണം. നീ എന്നാ പെന്തിക്കോസാ? നമ്മൾ അല്പം മുമ്പ് 2 പിക്ചർ കണ്ടില്ലേ? ഒരു യൗവനക്കാരൻ സർവാഭരണ വിഭൂഷിതനായിട്ട് നിൽക്കുന്നതും ഒരു സഹോദരിയുടെ കാതിൽ കുറേ കമ്മലൊക്കെ ഇട്ട് നിൽക്കുന്നതായ ഒരു കാഴ്ചയല്ലേ നിങ്ങൾ കണ്ടത്? പല സഹോദരങ്ങൾക്കും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് അവർ ചോദിക്കുന്നത്, ഞങ്ങൾ ഒരു ജോഡി കമ്മലിട്ടിട്ടുണ്ട്, ഒരു ചെറിയ ചെയിനി അല്ലല്ലോ, ഒരു ചെറിയ മാല, 100 വണ്ണമുള്ളൊരു മാല ഇട്ടിട്ടുണ്ട്, പിന്നെ എന്നതാ, പിന്നെ ഒരു വള കഷ്ടിച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെ ഒരു ചെറിയ മോതിരം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് ചിലർ ചിന്തിക്കുന്നത്. അപ്പോൾ അത് പാസ്റ്റർമാർക്കും വലിയ കുഴപ്പമില്ല. അതായത് ഈ നവീന പാസ്റ്റർമാർക്കും ഈ ന്യൂജൻ പെന്തിക്കോസുകാർക്കും പിന്നെ ഇപ്പോൾ ബുദ്ധിയുടെ മണ്ഡലങ്ങൾ തുറന്നു വന്നിട്ടുള്ള ഒത്തിരി പച്ച പരിഷ്കാരികളായ പാസ്റ്റേഴ്സുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നത്, ഇതിനൊക്കെ വചനം എവിടെയാണെന്ന് ചോദിക്കുന്നത്. വചനമായി പോയി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അതിനങ്ങനെ ഡയറക്റ്റ് വാക്യമുണ്ടോ ഇങ്ങനെ വാക്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുബോധമുള്ളവർക്ക് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ഇനിയും വിശദീകരിക്കേണ്ടതാണ്. മുൻപ് ഇതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ടെന്ന് വിചാരിക്കുക. അതിനൊന്നൊരു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും വരാം, കൂട്ടായ്മയിൽ ആർക്ക് വേണമെങ്കിലും വരാം. കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകൾ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ സഹകരിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യണമെങ്കിൽ പല ദൈവദാസന്മാരും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർ പറയും, ആ സമ്പൂർണ്ണ സമർപ്പണത്തിൽ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ ഒരു സഹകരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അത്തരക്കാർ പറയും. എല്ലാവരും അങ്ങനെ പറയില്ല. അപ്പം പലരും ചോദിക്കുന്നത്, ഞങ്ങളുടെയൊക്കെ കൂട്ടായ്മകളിൽ എത്രയോ പേരങ്ങനെ അത് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഇന്ന് വരെ വന്നിട്ടില്ല. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഈ പുരോഗമനവാദികളായ പാസ്റ്റർമാർ വെള്ളം കുടിക്കുന്നത്. എന്താ വെള്ളം കുടിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പം നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ഒരു കമ്മലും മാലയൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന സഹോദരിമാരെയൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പം കണ്ടതുപോലെ നമ്മുടെ കൂട്ടായ്മയിലുള്ള യൗവനക്കാരികളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളും ആയിക്കോട്ടെ, അവർക്ക് പെട്ടെന്നൊരു കമ്പം തോന്നിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം തോന്നിയിട്ട് അവരിങ്ങനെയൊക്കെ എല്ലാം തുളച്ച് പിടിപ്പിച്ചിട്ടോണ്ട് വരിക എന്ന് വിചാരിച്ചോ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ പാസ്റ്റർമാരെന്ത് ചെയ്യും? ശാസിക്കും. അയ്യോ അങ്ങനെയൊന്നും പാടില്ലെന്ന് പറയും. അപ്പോൾ ഈ പുതുതലമുറയിലെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ പെൺകുട്ടികളെ പോലെയല്ല. അവർ ഉരുളയ്ക്ക് ഉപ്പേരി മറുപടി പറയുന്ന സൈസുകളാണ്.
അപ്പോൾ അവരത് കോടി ചോദിക്കും, വലിയ വിഷയമാകും. അപ്പോൾ പാസ്റ്റർ പറയും ഇങ്ങനത്തെ കോലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കർത്തൃമേജയും തരില്ല, ഒന്നും തരില്ല, പിൻബെഞ്ചിൽ ഇരുന്നോളാൻ പറയും. പിൻബെഞ്ചിൽ ഇനി ഇവിടെ സാക്ഷ്യം പറയേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഒരു മാലയും ഒരു കമ്മലും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഇപ്പം നോക്കി ദൂരം കമ്മലായിട്ടിരിക്കുന്നത്. ആ ചുണ്ടിൻ്റെ അടിയിലൂടെ കുത്തിക്കയറ്റിക്കൊണ്ട് വന്നിരിക്കുക, മൂക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും കുത്തിക്കയറ്റി വെച്ചിരിക്കുക. ഞാൻ കർത്തൃമേശ തരില്ലെന്ന് പറയും പാസ്റ്റർ. അവൾ ഉടനെ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പിന്നെ ഏതാ ലോക കോടതിയോ അല്ലേ, അങ്ങനെ ഒരു കോടതിയില്ലേ, അവൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ലോക കോടതി ഹേഗിൽ അവിടെയൊക്കെ പോകും. അവിടെയൊക്കെ പോയി കേസ് കൊടുക്കും. കേസ് കൊടുത്ത് വേൾഡ് കോടതി ഇരിക്കുന്ന നെതർലൻഡ്സിലെ ഹേഗിലോ മറ്റോ. അപ്പോൾ അവിടെ ജഡ്ജിയുടെ മുമ്പിൽ പാസ്റ്റർ ചെല്ലുന്നു. ജഡ്ജി ചോദിക്കുന്നു, എന്താ മിസ്റ്റർ പാസ്റ്റർ, ഈ പെങ്കൊച്ചിന് നിങ്ങൾ കൂട്ടായ്മ കൊടുക്കുകയും കർത്തൃമേശ കാര്യങ്ങളിലൊന്നും നിങ്ങൾ പങ്കെടുപ്പിക്കാത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടി ആവേശഭരിതനായിട്ട് പറയും, എൻ്റെ പൊന്ന് ജഡ്ജി, അങ്ങന്നേ ഈ കൊച്ചിൻ്റെ ചെവിയിലേക്ക് അങ്ങൊന്ന് നോക്കിയേ, അവളുടെ ചുണ്ടിന് കീഴേക്ക് നോക്കി, അവളുടെ മൂക്കിലേക്ക് നോക്കി, അവളുടെ കണ്ണിൻ്റെ പുരികത്തിൻ്റെ ഇടയ്ക്കൂടെ വരെ അവൾ കപ്പി കുത്തി കയറ്റിയേക്കണുണ്ടോ, എങ്ങനെ കർത്തൃമേശ കൊടുക്കുമെന്ന് ചോദിക്കും. ഉടനെ സുസ്മേരവദനായിട്ട് ജഡ്ജി ചോദിക്കും, മിസ്റ്റർ പാസ്റ്റർ, നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്ന മറ്റ് സ്ത്രീകൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിക്കും. പിന്നെ പാസ്റ്ററായി എൻ്റെ ഭാര്യ പോലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. പുള്ളിക്കാരി എത്രയോ നാളായി പറയുന്നു എന്നറിയാവോ? എത്രയോ നാളായി ആ പുള്ളിക്കാരി കിടന്ന് പറയുന്നു, അച്ചായ എനിക്ക് മേടിച്ചതാ, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിൽ ഇതൊന്ന് ഇട്ടിട്ടൊന്ന് മരിക്കട്ടെ എന്നാണ് പറയുന്നത്. സകല സ്ഥലത്തും പോയി സാക്ഷിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പുള്ളി ഇതുവരെ മേടിച്ചു കൊടുക്കുന്നില്ല. ഈ പുള്ളി പറയുന്ന ഒരു ഭാരവും വെക്കാൻ പാടില്ല. അപ്പോസ്തലന്മാർ ഭാരം വെച്ചിട്ടില്ല, രക്തം ശ്വാസം മുട്ടിച്ചത്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ കെട്ടിയോള് ആവുന്ന പറയുന്നുണ്ട്, പുള്ളി മേടിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്നാ? IPC-ക്കാർ, ചർച്ച് ഓഫ് ഗോഡുകാർ, ചാരവംകാർ പ്രസംഗിക്കാൻ വിളിപ്പിക്കില്ല, ഇവർ പ്രസംഗിക്കാൻ വിളിക്കില്ല. ആ കാരണത്താലാണ് കെട്ടിയോക്ക് മേടിച്ചു കൊടുക്കാത്തത്. ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഈ ജഡ്ജിയുടെ അടുത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മ വരുന്ന സഹോദരിമാർക്കെല്ലാം 2 ചെവിയുണ്ട്, 2 ചെവിയിലും ഓരോ ഞാത്ത് തൂങ്ങിക്കിടപ്പുണ്ട്, അത്രയേ ഉള്ളൂ. വലത്തെ കയ്യിലെ ആ ഒരു മോതിരവിരലിൽ ഒരു മോതിരം കിടപ്പുണ്ട്, ഒരു വളയെ കിടപ്പുള്ളൂ ആകെ, പിന്നെ ഒരു മാല കിടപ്പുണ്ട്. അത് കഴിവതും 100 വണ്ണത്തിലാക്കി തന്നെയാണ് ഞങ്ങളുടെ സഹോദരിമാർക്ക് ഇടിയിച്ചിരിക്കുന്നത്. 100 വണ്ണത്തിൽ കൂടാൻ പാടില്ല, അങ്ങനെ ഞങ്ങൾ ഇടിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജഡ്ജി അങ്ങൊന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചേ, അതായത് നിങ്ങളുടെ നിയമപുസ്തകത്തിൽ, നിങ്ങൾ ബൈബിളിൽ നിന്നാണല്ലോ പറയുന്നത്, ഈ പുസ്തകത്തിൽ കാതിൽ 2 കമ്മല ഇടാവൂ എന്നുള്ളതിൻ്റെ റെഫറൻസോ എന്തെങ്കിലും ഡേറ്റയുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും. 2 കമ്മല ഇടാവൂ, 4 എണ്ണം ഇടാൻ പാടില്ലേ, മൂക്കുത്തി ഇടാൻ പാടില്ല, പിന്നെ ചുണ്ടിനിടയിൽ കുത്തിക്കയറ്റാൻ പാടില്ല, പിന്നെ അവിടെ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, പിന്നെ ഈ യക്ഷിയുടെ കൂട്ടം നഖം നീട്ടാൻ പാടില്ല, അങ്ങനെയൊക്കെ വാക്യമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പാസ്റ്റർ ഇരുന്ന് വേർത്തൊരു പരുവായിപ്പോവും. അങ്ങനെ വാക്യമൊന്നുമില്ലെന്നേ. ഈ 2 എണ്ണം തൂക്കിയിടാവുള്ളൂ, 3 എണ്ണം ഇടാവൂ, 4 എണ്ണം ഇടാവൂ, 2 എണ്ണം ഇടാവൂ, 3 എണ്ണം ഇടാവൂ എന്നൊന്നും വാക്യമൊന്നുമില്ല. ഏതൊരു പെണ്ണും അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം ഇടാം, എവിടെ വേണേലും കമ്പി അടിച്ച് കയറ്റാം, ഒരു കുഴപ്പമില്ല. ഒരു പാസ്റ്റർക്കും അത് വിലക്കാൻ വകുപ്പില്ല, ഞാൻ തീർത്ത് പറയുകയാണ്. പിന്നെ എന്നെപ്പോലെയുള്ള പരിഷ്കാരികളല്ലാത്ത പാസ്റ്റർമാർ അവിടെ കുറേ മനുഷ്യരുണ്ട്, ഉലകത്തിലെ എല്ലാ വൻകരയിലും ഉണ്ട്. അത്തരക്കാരുടെ അടുക്ക് വരുമ്പോൾ തന്നെ അവർ പറയും, നമ്മൾ സ്നാനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. റോമാലേഖനം 12:1-2 വാക്യത്തിന് മുമ്പാകെ നമ്മളൊരു സമർപ്പണത്തിലേക്ക് അങ്ങ് വരും. ആ വാക്യത്തിന് മുമ്പാകെ നമ്മൾ സല്യൂട്ട് ചെയ്യും. അങ്ങനെ ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുന്നില്ല, ഞാനൊരു നാസീറാണ് എന്ന ബോധ്യത്തിൽ ഞാൻ നുകത്തിൻ്റെ കീഴിലേക്ക് വരികയാണ്, അനുദിനം ക്രൂശ് എടുക്കുകയാണ്. എനിക്ക് ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തണം. എനിക്ക് നാശത്തിലേക്ക് പോകുന്ന ആ വഴിയിലൂടെ പോകുന്ന അനേകരുടെ കൂട്ടത്തിൽ കൂടുകയേ വേണ്ട. എനിക്ക് ആ ഇടുക്കമുള്ള വഴി കണ്ടെത്തുന്ന ചുരുക്കം ആളുകളുടെ കൂട്ടത്തിൽ കൂടിയാ മതി എന്നും പറഞ്ഞു വരുന്ന പുള്ളികളെ, അത്തരക്കാരെ. അപ്പോൾ അത്തരക്കാരുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ഒരാൾ വന്നാലോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും നമ്മൾ പറയും, സോറി, ബുദ്ധിമുട്ടാണ്, ഇങ്ങനത്തെ കോലത്തിലൊന്നും കൂട്ടായ്മ ആചരിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല സോദരി എന്ന് പറയും. അപ്പോൾ അവൾ കേസും കൂട്ടമായിട്ട് ഹേഗിലല്ല, അതിന് അപ്പുറം വരെ പോയാലും, ട്രംപച്ചായൻ്റെ കോടതിയിൽ പോയാൽ പോലും നമ്മൾ അവിടെ ഒന്ന് പറയും, മിസ്റ്റർ ജഡ്ജ് അങ്ങന്നേ, ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ സഹോദരി സഹോദരന്മാരും സമർപ്പണാനുഭവത്തിലുള്ളവരാണ്, ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നവരാണ്, ഞങ്ങൾ വെളിപ്പാടിൽ സഞ്ചരിക്കുന്നവരാണ്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ബോധ്യങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങളെ സൃഷ്ടിച്ച നാളിൽ വളരെ മനോഹരമായിട്ടാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ ദൈവം പറഞ്ഞത് നല്ലതാണ്, മനോഹരമാണ്, കൊള്ളാമെന്ന് തന്നെയാണ് പറഞ്ഞത്. തൻ്റെ കരവിരുതാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിമനോഹരമായിട്ടാണ് ഞങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളെപ്പോലെ വേറൊരാളില്ലെന്നേ, വ്യക്തിപരമായി എന്നെപ്പോലെ വേറൊരാളില്ല. ഞങ്ങൾ ഓരോരുത്തരും
വ്യത്യസ്തരായ ആളുകളാണ്. വളരെ മനോഹരമായിട്ടാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൗന്ദര്യത്തിന് അശേഷം കുറവില്ല, ഒരു കുറവുമില്ല. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സൗന്ദര്യത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ശേഷം മനുഷ്യരൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ ശേഷം മനുഷ്യരങ്ങനെ ചെയ്യും. നമ്മുടെ ചാർലി ക്രിക്കിൻ്റെ ഭാര്യ, കുറ്റം പറയാൻ തോന്നരുത് കേട്ടോ, നമ്മുടെ ബഹുമാനായ ചാർലി ക്രിക്കിൻ്റെ ഭാര്യ ഫ്യൂണറൽ സർവീസിനോടുള്ള ബന്ധത്തിൽ അമേരിക്കൻ കൾച്ചറും കസ്റ്റവുമാണ്. ഞാൻ ഇടങ്കോലിടുക എന്ന് ചിന്തിച്ചേക്കരുത്. ദൈവത്തെ ഓർത്ത് എന്നെ തെറ്റായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആ സഹോദരി ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലോസപ്പ് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ചായ അടിച്ച് പിടിപ്പിച്ച് ആകെപ്പാട് കൂടി. അത് സങ്കടത്തിലും വിഷമത്തിലൊക്കെയാണ് വന്നത്. അമേരിക്കൻ രീതി അങ്ങനെയാണ്. അതിപ്പോൾ മരിച്ചു കിടക്കുന്ന ആളെ പോലും ബ്യൂട്ടി പാർലറിൽ ചിലപ്പോൾ കൊണ്ടുപോകായിരിക്കും. എനിക്കറിയില്ല അവിടുത്തെ രീതി. മരിച്ചു കിടക്കുന്നയാളോ അടുപ്പമുള്ളവരോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി മിനിങ്ങിയേ വരുള്ളൂ. അത് തന്നെയല്ല, ലോകത്തിൽ ഒരുപക്ഷെ അമേരിക്കൻസിൻ്റെ യൂറോപ്യൻസിൻ്റെ ഇടയ്ക്ക് മാത്രമായിരിക്കും ഈ ഫ്യൂണറൽ സർവീസിലൊക്കെ കൂവും കുറുക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഭയങ്കര അട്ടഹാസവും ബഹളവും തമാശയും ജോക്കൊക്കെ പറയും അവർ. ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച് കൊല്ലാകൊലമല്ലോ. അതായത് സീനിയർ ബുഷ് മരിച്ചു കിടക്കുമ്പോൾ ജൂനിയർ ബുഷ് പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾ കാണണം. പുള്ളി ചിരിപ്പിച്ചൊരു പരുവാക്കി കളഞ്ഞു. ഈ ബോഡി മുമ്പിലിരുന്ന് ബാക്കി എല്ലാ എക്സ് പ്രസിഡന്റുമാരും അവിടെ ഇരിപ്പുണ്ട്, നിലവിലുള്ള പ്രസിഡന്റും ഒക്കെ ഇരിപ്പുണ്ട്. ആ സമയത്ത് അസാമാന്യ ജോക്കൊക്കെ പറഞ്ഞു കളയും. നമ്മുടെ നാട്ടിലെ പോലെ മാറത്തടിയും കരച്ചിലും ബഹളമൊന്നുമല്ല. അവർ ഭയങ്കര എൻജോയ് ആയിട്ട് പാർക്കിൽ പോകുന്ന പോലെയാണ് വരുന്നത്. പാർക്കിൽ പോകുന്ന പോലെ തന്നെ അടിച്ച് പൊളിച്ച് പോകുന്നു. ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഏതിലെങ്കിലും പോട്ടെ. ഞാനിപ്പോൾ പറഞ്ഞു വന്നൊരു ലീഗൽ സൈഡാണ്, നിയമപരമായൊരു കാര്യമാണ്. ഒരു കൂട്ടായ്മയിൽ ഓർണമെൻറ്റ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അല്ലെ പാതി ആൾക്കാരെങ്കിലും, കുറച്ച് ആൾക്കാരെങ്കിലും അതൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഒരു 2-3 പേരൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാത്തവർ കാണും. ബാക്കിയുള്ളവരെല്ലാം ഉപയോഗിക്കുന്നവരാണ്. ഉപയോഗിക്കുന്ന ആളുകൾക്കൊരു സമയം കഴിഞ്ഞപ്പോൾ തോന്നി ഇത് പോരാ, ഇവിടെയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ കണ്ടമാനം പരിപാടികളിലേക്ക് അവർ പോയി. ആണുങ്ങളെല്ലാം 2 ചെവിയിലും ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് വരാൻ തുടങ്ങി. 2 ചെവിയിലും കണ്ടിട്ടില്ലേ ഗോവൻസ് വരുന്ന പോലെ? ഒരു 2 കുരിശൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് ആണുങ്ങൾ വരുന്നു. അപ്പോൾ പാസ്റ്റർ പറയാണ്, ബ്രദർ താങ്കൾക്ക് കൂട്ടായ്മ തരാൻ ബുദ്ധിമുട്ടുണ്ട്, താങ്കൾ 2 ചെവിയിലും കമലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കോടതിയായി കേസായി ഹേഗിലേക്ക് പോയി. ഹേഗിലെ ജഡ്ജി ചോദിക്കുന്നു ഈ മനുഷ്യന് എന്തുകൊണ്ട് കൂട്ടായ്മ കൊടുക്കുന്നില്ല? അപ്പോൾ പാസ്റ്റർ പറയുന്നു, എന്ത് പ്രാന്ത ജഡ്ജി ഈ പറയുന്നത്? ഈ ആണല്ലേ ഇവൻ എന്താ 2 ചെവിയിലൊക്കെ ഇങ്ങനെ നീളമുള്ള കമലൊക്കെ കെട്ടി തൂക്കിയിട്ട് ഒരു ഗോവൻ സ്റ്റൈലിൽ വന്നു, അതുകൊണ്ട് ഞാനിവന് കർത്തൃമേശയൊന്നും കൊടുക്കൂല, ഞാനിവനുമായിട്ട് കൂട്ടായ്മയില്ല. അപ്പം ജഡ്ജി ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇത് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് വരുന്ന ആരെങ്കിലും ഉണ്ട്? ഞങ്ങളുടെ സഹോദരിമാരൊക്കെ തൂക്കിയിട്ടുകൊണ്ട് വരുന്നുണ്ട്. അതുകൊള്ളാം, ജെൻഡർ ഇക്വാലിറ്റി ഇല്ലേ നിങ്ങളുടെ കൂട്ടായ്മയിൽ? ഈ പാസ്റ്റർ ജയിലിലിടൂ. ആണും പെണ്ണും തമ്മിൽ എന്നാ വ്യത്യാസം ചോദിക്കില്ല ജഡ്ജി. ജഡ്ജിയോട് പോയി പറയാണ്, പെണ്ണുങ്ങൾ തൂക്കിയിട്ടുകൊണ്ട് വരട്ടെ, ആണുങ്ങൾ തൂക്കിയിട്ടുണ്ടോ, പെണ്ണുങ്ങൾ ഇങ്ങനെ കാതിൽ തൂക്കിയിട്ടുകൊണ്ട് വരട്ടെ, ആണുങ്ങൾ അങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ജഡ്ജി സമ്മതിക്കുമോ? പെണ്ണിനുള്ള തുല്യ അവകാശം ആണിനുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരും കേട്ടോണം, സഹോദരിമാർക്കുള്ള തുല്യ അവകാശം സഹോദരന്മാർക്കുണ്ട്. അവർക്ക് മൂക്കുത്തി വേണയിടാം, അവർക്ക് ചെവിയിൽ കെട്ടിത്തൂക്കിയിടാം, അവർക്ക് ഇത്യാദി കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ അവർ ചെയ്തു എന്ന് ഓർത്ത് തന്നെ കുഴപ്പം? നിങ്ങൾക്കുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ സ്ത്രീകൾ ഇങ്ങനെ വരട്ടെ, പുരുഷന്മാരിങ്ങനെ വരട്ടെ എന്നുള്ള എഴുതിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെയാണ് തലവേദന ഉണ്ടാകുന്നത്, തലവേദന. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ പാസ്റ്ററും പാസ്റ്ററുടെ ഭാര്യയും മറ്റ് വിശ്വാസികളെല്ലാം ഒരു സമർപ്പണത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കൂട്ടായ്മ സന്തോഷമായിട്ട് മുൻപോട്ട് പോകും. അവിടെ കുത്തിത്തിരിപ്പോ ഇടപാടോ ഒന്നും ആരും ആയിട്ട് വരില്ല. അങ്ങനെ വന്നാൽ നമുക്ക് ഏത് ജഡ്ജിയോടും പറയാം, ഞങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഈ സഹോദരിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ജഡ്ജി അങ്ങനെ ഞങ്ങൾ വണ്ടിക്കൂലി മുടക്കി തന്നെ അവളെ കോട്ടയത്ത് തങ്കുച്ചായൻ്റെ അടുത്ത് കൊണ്ടുവിട്ടേക്കാം, അല്ലെ താരുച്ചായൻ്റെ അടുത്ത് കൊണ്ടുവിട്ടേക്കാം. അവളെ ഞങ്ങൾ കൊണ്ടുവിടാന്നേ, താരുച്ചായൻ്റെ അടുക്കെ അല്ലെ തങ്കുച്ചായൻ്റെ അടുക്കെ ഞങ്ങൾ വിടാം. ഞങ്ങൾ ഒരു രീതിയിലും വേദനിപ്പിക്കില്ല. ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ കൊണ്ടുപോയി അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. ഇത് വേർപെട്ടവരുടെ ഒരു സംഘമാണ്. അയ്യോ, ഇത് വേർപെട്ടവരുടെ സംഘമാണ്. സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന സിയോൻ യാത്രക്കാരാണ്, സമർപ്പിതരാണ്. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ജഡ്ജിക്ക് മാനസാന്തരം ചിലപ്പോൾ വരും. ജഡ്ജി അന്ന് തന്നെ സ്നാനപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ ജഡ്ജിയെ സ്നാനപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയും, ഇതാണ് കേട്ടോ സ്നാനത്തിൻ്റെ മാനദണ്ഡമെന്ന് ജഡ്ജിയോടും പറയും. ജഡ്ജിയെയും ആ നിലയിൽ തന്നെ സ്നാനപ്പെടുത്തും. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞതങ്ങ് പൂർത്തിയായിട്ടില്ല. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് തന്നെ പോകാം. ഏകദേശം ചില പിക്ചറുകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ തുറന്നു കൊണ്ടുവന്നു എന്നാണ് എൻ്റെ ചിന്ത.
അതായത് രക്ഷയും സ്നാനവും മുമ്പിൽ കൊണ്ടുവന്നു. സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പിക്ചറിൽ കണ്ട സഹോദരിയാകട്ടെ സഹോദരനാകട്ടെ അവർക്കൊന്നും രക്ഷിക്കപ്പെടുന്നതിന് ഒരു തടസ്സവും. അവരോട് നിങ്ങളെന്താ ഇത്രയും ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾ കാതിലൊക്കെ ഇതിന് മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്നൊന്നും നമ്മളാരും പറയില്ല. അവരെ സുവിശേഷം കേൾപ്പിക്കും. സുവിശേഷം കേട്ട് വിശ്വാസ വഴി വരികയാണെങ്കിൽ സ്നാനപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ലേവ്യ പുസ്തകമൊക്കെ തുറന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്നാനപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനുണ്ട്. നമുക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന ആളുടെ കൈക്കീഴി സ്നാനപ്പെടാം, കുഴപ്പമില്ല. അത് അങ്ങ് എത്തുമോ, വിശുദ്ധ പർവ്വതത്തിൽ എത്തുമെന്ന് ചോദിച്ചാൽ ഗ്യാരണ്ടി ഒന്നുമില്ല, ഒരു ഗ്യാരണ്ടിയില്ല. 99.99% അവിടെ എത്താൻ ഒരു സാധ്യതയില്ല. പിന്നെ എവിടെ പോകും? കീഴേ പാതാളത്തിലേക്ക് പോകാനാണ് സാധ്യത. അയ്യോ. അപ്പോൾ അങ്ങനെ വിശുദ്ധ പർവ്വതത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ വില കൊടുത്ത് ഇറങ്ങണം. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നേ, ഇനിയും ചിന്തിക്കാം. കർത്താവ് വരാൻ താമസിച്ചാൽ, കർത്താവ് അനുവദിച്ചാൽ, ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാൽ നമുക്ക് ഇനിയും ദൈവവചനത്തിന് മുമ്പാകെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആത്മീയ വർധനവിനും അതുപോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റത്തിനൊക്കെ കാരണമായി തീരട്ടെ. നിങ്ങൾ നല്ല ബോധ്യത്തിൽ ഉറപ്പുള്ളവരായി ഉപദേശ വിഷയങ്ങളെയൊക്കെ ആധികാരികമായി പറയുവാൻ പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.